അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഏറ്റവും ക്ലൈമാക്സിൽ പറഞ്ഞ സാധനം ഇത്ര മാത്രമാണ്. ഇക്കണോമിയിൽ എന്തെങ്കിലും ഒരു ഡിസിക്വിലിയം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മളൊരു ഡെലിബറേറ്റ് ആയിട്ട് ഒരു ആക്ഷൻ കൊണ്ടുവരണം. അതായത് നമ്മൾ മനഃപൂർവ്വം എന്തെങ്കിലും ഒരു പോളിസി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇക്കണോമിയെ ഡിസിക്വിലിബ്രിയത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഇക്കണോമിയിലെ ഈ ഒരു ഡിസിക്വിലിബ്രിയത്തിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോളിസിയാണ് എന്ത് പറയുന്നത്? മാക്രോ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. ക്ലാസിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കറിയാം അതൊരു ഓട്ടോമാറ്റിക് കറപ്ഷൻ ആണ്. അവിടെ ഒരു തരത്തിലുള്ള പോളിസിന്റെ ആവശ്യമില്ല. അതായത് നമുക്കറിയാം വേജ്, പ്രൈസ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി റിക്കവർ ചെയ്യാൻ പറ്റും. ഇതാണ് ക്ലാസിക്കൽസ് പറയുന്നത്. എന്നാൽ കെനീഷ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താ പറയുന്നത്? ഈ വേജ് ആണെങ്കിലും പ്രൈസ് ആണെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും എന്താണ്? ഫ്ലെക്സിബിൾ അല്ല, അത് റിജിഡ് ആണ്. അപ്പൊ ഇതിങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ അതൊരു റിജിഡ് ആയി നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇക്കണോമിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോളിസി കൊണ്ടുവരണം. ഈ പോളിസിനെ നമ്മൾ എന്താണ് പറയുന്നത്? മാക്രോ ഇക്കണോമിക് പോളിസി എന്നാണ് പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു ഫിസിക്കൽ പോളിസിയാണ് ഏറ്റവും ഇത് റിലേറ്റ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് മോണിറ്ററി പോളിസിയാണ്. മോണിറ്ററി പോളിസി എൻറ്റയർലി നമുക്ക് പഠിക്കാനുള്ളത് മണി ആൻഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ബട്ട് ഇവിടെ നമ്മളത് പറഞ്ഞു വെക്കേണ്ടതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കെയ്ൻസ് പറഞ്ഞ് നിർത്തി വെച്ചൊരു സാധനമുണ്ട്. ഡെലിബറേറ്റ് ആക്ഷനിലൂടെ നമുക്ക് ഇക്കണോമിയെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ ഡെലിബറേറ്റ് ആക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? മാക്രോ ഇക്കണോമിക് പോളിസിയുടെ ആയിട്ടുള്ള ഫിസിക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. അപ്പൊ അതിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ രണ്ട് പോളിസിനെയും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് മണി ആൻഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ്. പക്ഷെ ഇവിടെ അത് പറഞ്ഞു വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ മൊത്തത്തിൽ നമുക്ക് കവർ ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. ദെൻ മണി ആൻഡ് ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല? ഈ ഒരു മോണിറ്ററി പോളിസി ആൻഡ് ഫിസിക്കൽ പോളിസി നമ്മൾ എന്ത് ചെയ്യില്ല? റിപ്പീറ്റ് ചെയ്ത് പറയില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ വെച്ച് പറയാണ്. പ്ലസ് നമ്മൾ എന്ത് ചെയ്യും? ഓരോ പോളിസിയിലെയും ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെയാണ് ഇക്കണോമിയെ റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ ഡിസ്കസ് ചെയ്യും. ഏകദേശം നമുക്ക് ഇതിന് 4 ക്ലാസ് എങ്ങനെ വേണ്ടി വരും. സോ അതിൽ ഓരോ ഗ്രാഫിക്കൽ വേയിലും നമ്മൾ പറയും. ഇപ്പോൾ മോണിറ്ററി പോളിസിന്റെ ഇന്ന ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്നയൊക്കെ മാറ്റങ്ങൾ വരും, അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസിന്റെ ഇന്ന ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ വരും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സ്പെസിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു 4 ചാപ്റ്റർ, ഈ ഒരു 4 ക്ലാസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതാണ്. സോ എന്താണ് മാക്രോ ഇക്കണോമിക് പോളിസി എന്ന് നമുക്ക് നോക്കാം. So the economy does not always work smoothly. There often occur the fluctuation in the level of the economic activity. എപ്പോഴും എന്ത് ചെയ്യില്ല? ഇക്കണോമിയിൽ ഒരു സ്മൂത്ത്നെസ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ഉണ്ടാവില്ല. അവിടെ എന്തുണ്ടാവാം? ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം. അവിടെ എന്താണ്? ഒരു ബിസിനസ് സൈക്കിൾ വരാം, ഡിപ്രഷൻ വരാം, ഇൻഫ്ലേഷൻ വരാം, ബൂം വരാം, റിസഷൻ വരാം, റിക്കവറി വരാം. അങ്ങനെ ഒരു ബിസിനസ് സൈക്കിൾ എപ്പോഴും ഇക്കോണമിയിൽ ഉണ്ടാവും. അറ്റ് എ ടൈം ദ ഇക്കോണമി ഫൈൻഡ് ഇറ്റ് സെൽഫ് ഇൻ ദി ഗ്രിപ്പ് ഓഫ് റിസഷൻ വെൻ ദ ലെവൽ ഓഫ് നാഷണൽ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ആർ ഫാർ ബിലോ ദർ ഫുൾ പൊട്ടൻഷ്യൽ ലെവൽ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഇക്കണോമി ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കണം. എന്തുപയോഗിച്ചായിരിക്കണം നമ്മൾ ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യേണ്ടത്? ഇപ്പൊ ഇക്കോണമിയിൽ എന്ത് വരുന്നുണ്ട്? എംപ്ലോയ്മെന്റ് വരുന്ന റിസഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നാഷണൽ ഇൻകം കുറവാകുന്നുണ്ട്, ഫുൾ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ക്യാപിറ്റലും അതുപോലെ തന്നെ ലേബേഴ്സും ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം? ഇക്കണോമി തന്നെ സ്വന്തമായിട്ട് ഫൈൻഡ് ചെയ്യണം, അത് സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിങ് എ റിസഷൻ ദർസ് എ ലോട്ട് ഓഫ് അൺയൂട്ടിലൈസ്ഡ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റീസ്. അതായത് നമ്മളെന്താണ് ഡിപ്രഷനിലാവുന്ന സിറ്റുവേഷൻ. റിസഷൻ ഓർ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ഏകദേശം സെയിം ആണ്. റിസഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിപ്രഷനിലേക്ക് പോവുക കേട്ടോ. അതായത് നമ്മൾ ഡിപ്രഷനിലേക്ക് അടുക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയാ? റിസഷൻ എന്ന് പറയാ. അപ്പൊ ഈ ഒരു റിസഷന്റെ സമയത്ത് എന്താ ഉണ്ടാവുന്നത്? അൺയൂട്ടിലൈസ്ഡ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ബോത്ത് എന്താണ്? ലേബറും ആണ് ക്യാപിറ്റലും ആണ്. അതായത് ലേബറിനെ നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് അവൈലബിൾ മെഷീൻസ് ആൻഡ് ഫാക്ടറീസ് ആർ നോട്ട് വർക്കിംഗ് ടു ദർ ഫുൾ കപ്പാസിറ്റി. അതാണ് മെഷീൻസ് എന്ത് ചെയ്യുന്നില്ല? അവരുടെ ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്നില്ല ഉണ്ടാവുന്ന സമയത്ത്. Then, as a result, unemployment of labor increasing along with the existence of the excess capacity of സ്റ്റോക്ക്. ഇതിന്റെ കൂടെ തന്നെ എന്തും സംഭവിക്കുന്നുണ്ട്? നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് ഓഫ് ലേബർ ഉണ്ടാവുന്നുണ്ട്. അവിടെ എന്താണ്? ആ ഒരു ഹ്യൂമൻ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഓൺ ദി അതർ ഹാൻഡ്, അറ്റ് ടൈംസ് ദി ഇക്കോണമി ഈസ് ഓവർ ഹീറ്റഡ്, which means inflation occurs in the economy. That is free market economy. There's a lot of economic instability. അതായത് നമ്മൾ റിസഷന്റെ ഒന്നുകൂടെ പറയാം. ഓക്കെ, റിസഷൻ എന്ന് പറയുന്നത് എന്താണ് ഇക്കണോമിയിൽ? അതായത് നമുക്കറിയാം, നമുക്കൊരു ബിസിനസ് സൈക്കിൾ ഒരുപാട് സ്റ്റേജുകളുണ്ട്. ബൂം ഉണ്ട്, റിസഷൻ ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, റിക്കവറി ഉണ്ട്, റഫ് ഉണ്ട്, റിക്കവറി ഉണ്ട്, അങ്ങനെയൊക്കെ എന്തുണ്ട്? നമുക്ക് സ്റ്റേജുകളുണ്ട്. അപ്പൊ ഈ ഒരു റിസഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡിപ്രഷനിലേക്ക് എത്താൻ പോകുന്ന സിറ്റുവേഷൻ ആണ്. റിസഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഡിപ്രഷൻ. ഡിപ്രഷനിലായി കഴിഞ്ഞാൽ പിന്നെ
ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പൊ ഈ റിസഷന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ലേബേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ ആണെങ്കിലും എന്ത് ചെയ്യുന്നില്ല, അവരുടെ ഫുൾ കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യപ്പെടുന്നില്ല. കാരണം എന്താണ്? റിസഷൻ എന്ന് പറയുന്ന സമയത്ത് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കുറവാണ്. ഈ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കുറയാന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ ആളുകൾക്ക് എന്ത് കിട്ടുന്നില്ല, തൊഴിലവസരവും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവുന്നില്ല. അപ്പൊ ഈ ഒരു സമയത്ത് ആളുകളുടെ ആ ഒരു പൊട്ടൻഷ്യൽ കപ്പാസിറ്റി അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പ്ലസ് പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് തന്നെ മെഷീനറീസ്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് മെഷീനറീസ് ആണ്. ഈ മെഷീനറീസ്, ഫാക്ടറീസ്, ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ മുഴുവൻ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കുറവായതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡെലിബറേറ്റ്ലി നമ്മൾ ഒരു ആക്ഷൻ എടുക്കണം, ഒരു പോളിസിനെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇതാണ് ആര് പറയുന്നത്? കെയ്ൻസ് പറയുന്നത്. അതാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിൽ ഡിസ്കസ് ചെയ്യാനും പോകുന്നത്. ഓക്കെ. Then the classical economists believe that an automatic mechanism work to restore the stability in the economy. Classicals എപ്പോഴും പറയുന്നതാണ് ഓട്ടോമാറ്റിക് കറക്ഷൻ വരും, അവിടെ നമ്മൾ ഒരു ഡെലിബറേറ്റ് ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ല, ഗവൺമെന്റ് വേണ്ട, അവിടെ ആരും വേണ്ടതാണ് ആര് പറയുന്നത്? ക്ലാസിക്കൽസ് പറയുന്നത്. റിസഷൻ വുഡ് ക്യൂർ ഇറ്റ് സെൽഫ് ആൻഡ് ഇൻഫ്ലേഷൻ വിൽ ബി ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരാണെങ്കിൽ എന്ത് ചെയ്യും, അത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് കവർ ചെയ്തു പോകുന്നതാണ് ആര് പറയുന്നത്? ക്ലാസിക്കൽസ് പറയുന്നത്. ഹവർ ദ എംപിരിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റ വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യുന്ന എവിഡൻസ് ആണ് എംപിരിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ദ 1930s when severe the depression took place in the western capitalist economies and also the evidence of the post second world war period employ the show the no such automatic mechanism works to bring about the stability in the economy. അതായത് എംപിരിക്കലി ഒരു എവിഡൻസ് ആയിട്ട് നമ്മൾ വരാണ്. അതായത് ക്ലാസിക്കൽസ് പറയുന്നത് 1930 വരെ നമ്മൾ വിശ്വസിച്ചു കേട്ടോ. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 1930 വരെ നമ്മൾ എന്ത് ചെയ്തു, ക്ലാസിക്കൽസ് പറയുന്ന മുഴുവൻ നമ്മൾ വിശ്വസിച്ചു. പക്ഷേ നമ്മുടെ ഇക്കണോമിയിൽ ഒരു റിയൽ എക്സാമ്പിൾ വന്നപ്പോൾ, ഒരു റിയൽ സിറ്റുവേഷൻ വന്നപ്പോൾ, ഒരു റിയൽ റിസഷൻ സിറ്റുവേഷൻ വന്ന സമയത്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് എന്താണ്, ഇക്കണോമി എന്ത് ചെയ്യില്ല, ഓട്ടോമാറ്റിക്കലി റിക്കവർ ചെയ്യപ്പെടില്ല. അവിടെ നമുക്ക് എന്ത് വേണം, ഒരു ഡെലിബറേറ്റ് ആക്ഷൻ വേണം. അപ്പൊ ഇതിന്റെ എവിഡൻസ് ആയിട്ട് പറയുന്നത് എന്താണ്? എംപിരിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് നമ്മളത് പ്രൂവ് ചെയ്യാണ്, സയന്റിഫിക്കലി നമ്മൾ പ്രൂവ് ചെയ്യാണ് ഇന്നതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ ഒരു തരത്തിലുള്ള വേജിന്റെയോ പ്രൈസിന്റെയോ ഇൻട്രസ്റ്റ് റേറ്റിന്റെയോ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇക്കോണമി എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, റിക്കവർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, എംപിരിക്കലി പ്രൂവ് ചെയ്യാണ്. ഏതൊക്കെ പീരീഡില്? 1930 ഡിപ്രഷൻ ടൈമിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്തുമാണ് ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു സാധനം വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ എന്താണ്, ക്ലാസിക്കൽസ് പറയുന്നത് മുഴുവൻ തെറ്റാണ്. സോ നമുക്ക് എന്ത് വേണം, ഒരു ഡെലിബറേറ്റ് ആക്ഷൻ വേണം, ഒരു പോളിസി കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, റിയലൈസ് ചെയ്യാണ്. ദാറ്റ് ഈസ് വൈ ദ കെയ്ൻസ് ആർഗ്യൂ ഫോർ ദ ഇന്റർവെൻഷൻ ബൈ ദി ഗവൺമെന്റ് ടു ക്യൂർ ഡിപ്രഷൻ ആൻഡ് ദി ഇൻഫ്ലേഷൻ ബൈ ദ അഡോപ്റ്റിംഗ് അപ്രോപ്രിയേറ്റ് ടൂൾ ടു മാക്രോ എക്കണോമിക് പോളിസി. അപ്പൊ ഈ ഒരു സമയത്താണ് ആര് പറയുന്നത്, കെയ്ൻസ് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മൾ ഒരു തരത്തിലുള്ള ഓട്ടോമാറ്റിക് കറക്ഷനെ വെയിറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം. അതായത് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇതിനൊന്ന് റിക്കവർ ചെയ്ത് തരണം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആരാണ്, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ്. ക്ലാസിക്കൽസ് പറയുന്നത് എന്താണ്, ഒരു തരത്തിലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസിലും ഗവൺമെന്റിന് ഇടപെടാൻ പാടില്ല. അഥവാ ഗവൺമെന്റ് ഇടപെട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് ആര് പറയുന്നത്, ക്ലാസിക്കൽസ് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ക്ലാസിക്കൽസ് മൊത്തം പൊളിഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷൻ. അപ്പൊ ഈ ഒരു സമയത്ത് കെയ്ൻസ് പറയുകയാണെന്ത്, നമ്മൾ ഓട്ടോമാറ്റിക് കറപ്ഷന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് എന്ത് വേണം, ഗവൺമെന്റ് വേണം. ഗവൺമെന്റ് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് വരുന്നു, ഓട്ടോമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, ഇക്കണോമി എന്ത് ചെയ്യുന്നു, ബൂസ്റ്റ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടുന്നു, ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കിട്ടുന്നു. എംപ്ലോയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇൻകം കിട്ടുന്നു, അവർ വീണ്ടും ഡിമാൻഡ് ചെയ്യുന്നു, വീണ്ടും പ്രൊഡക്ഷൻ കൂടുന്നു, ഇക്കണോമി എന്ത് ചെയ്യും, റിക്കവർ ആയി വരും. ഇതിനാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ വേണം എന്നുള്ളത് ആര് പറഞ്ഞേ, കെയ്ൻസ് പറഞ്ഞിട്ടുള്ള. അപ്പൊ ഈ ഒരു ഗവൺമെന്റ് ഇന്റർവെൻഷൻ വേണം എന്ന് പറഞ്ഞില്ല നമ്മള്. എന്നാൽ ഗവൺമെന്റ് ഇടപെടുമ്പോൾ എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഗവൺമെന്റ് ഇടപെടണം, ആ ടൂൾസിനെയും അവര് എന്താണ്, അവര് സ്വരൂപിക്കുന്ന ആ ഒരു ഇതുണ്ടല്ല, ഒരു മൊത്തത്തിലുള്ള ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിസി എന്ന് പറയുന്നത്. ഇവിടെ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ രണ്ട് പോളിസിയാണ് ബേസിക്കലി പഠിക്കുക, ഒന്ന് മോണിറ്ററി പോളിസിയും ഒന്ന് ഫിസിക്കൽ പോളിസി. സോ ഗവൺമെന്റ് വരുമ്പോൾ ഉള്ള പോളിസിനെയാണ് നമ്മൾ എന്ത് പറയാം, ഫിസിക്കൽ പോളിസി എന്ന് പറയാം. സോ മോണിറ്ററി പോളിസി എന്തായിരിക്കും, മോണിറ്ററി പോളിസി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മോണിറ്ററി പോളിസി ആരാ നടപ്പിലാക്കുന്നത്? എനി ഐഡിയ? മോണിറ്ററി പോളിസി RBI. യെസ്, വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ RBI ആണ് എന്ത് വരുന്നത്, മോണിറ്ററി പോളിസി കൊണ്ടുവരുന്നത്. അവർ കൊണ്ടുവരുന്ന ടൂൾസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഐഡിയ? RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൂൾസ്, എനി ഐഡിയ?
ഏതെങ്കിലും ഒരു ടൂള്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇന്ന് പഠിക്കാം. ഓക്കെ, മണി സപ്ലൈ കൺട്രോൾ, യെസ്. M1 M2, യെസ്. മണി സപ്ലൈ എന്ന് പറയുന്നത് M1 M2 അതൊക്കെയാണ്. ദെൻ അതിന്റെ കൂടെ വരുന്ന ടൂൾസ് എന്ന് പറയുന്നത് ബാങ്ക് റേറ്റ്, റിവേഴ്സ് റിപ്പോ, അതൊക്കെയാണ് നമ്മുടെ ബേസിക് ടൂൾ വരിക. മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക, ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് RBIന്റെ മോണിറ്ററി പോളിസി പറയുന്ന സമയത്ത് ഇറ്റ്സ് മണി സപ്ലൈ, അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം കേട്ടോ. ദ ടു ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഓഫ് ദ മാക്രോ ഇക്കണോമിക് പോളിസീസ് ആർ ഫിസ്ക്കൽ പോളിസി ആൻഡ് ദ മോണിറ്ററി പോളിസി. അക്കോർഡിംഗ് ടു കെയ്ൻസ്, monetary policy was ineffective to lift the economic out of the depression. One of the important point ആണ്. കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ കെയ്ൻസ് പറയുന്നത് എന്താ വെച്ചാൽ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഒരു ഇൻഎഫക്റ്റീവ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കാണ്? ഫിസ്ക്കൽ പോളിസിക്കാണ്. അതായത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് എന്തുകൊണ്ട് ഇൻഎഫക്റ്റീവ് ആവുന്നു എന്നുള്ളത് നമുക്ക് ബേസിക്കലി പഠിക്കാണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മൊത്തം അനാലിസിസ് പഠിക്കുന്ന സമയത്ത് ഈ ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തും. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളി കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കാം. കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ എന്താണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഒരു ഇൻഎഫക്റ്റീവ് ആണ്. അതായത് മോണിറ്ററി പോളിസി വല്ലാണ്ട് അങ്ങോട്ട് എഫക്ട് ചെയ്യില്ല. ഒരു ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്തോ ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്തോ മോണിറ്ററി പോളിസി വല്ലാണ്ട് അങ്ങോട്ട് എഫക്ട് ചെയ്യില്ല. അവിടെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് ആർക്ക് മാത്രമായിരിക്കും എന്നാണ് ആര് പറയുന്നത്? ഫിസ്ക്കൽ പോളിസി ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? കെയ്ൻസ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം, ഇത് കെയ്ൻസിന്റെ അഭിപ്രായം മാത്രമാണ്. കെയ്ൻസ് പറയുന്ന എല്ലാ കാര്യത്തെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. ഇവിടെ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഇൻ വ്യൂ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് ബോത്ത് ഫിസ്ക്കൽ ആൻഡ് ദ മോണിറ്ററി പോളിസി പ്ലേ എ യൂസ്ഫുൾ റോൾ ഇൻ ദി സ്റ്റെബിലൈസ് ഇൻ ദി ഇക്കോണമി. അതായത് ഈ ഒരു മോഡേൺ വേൾഡിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ സൈഡിൽ വരുന്ന സമയത്ത് രണ്ട് പോളിസിക്കും എന്തുണ്ട്, ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. കെയ്ൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫിസ്ക്കൽ പോളിസിക്ക് ആവും. ബട്ട് നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ രണ്ട് പോളിസിക്കും എന്താണ്, ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, സോ ഗോൾ ഓഫ് ദി മാക്രോ എക്കണോമിക് പോളിസി ആണ് സ്റ്റെബിലൈസിംഗ് ദി ഇക്കോണമി അറ്റ് ഹയർ ലെവൽ ഓഫ് employment and the national output. It's not only goal of the macroeconomic policy ensure the price stability. Price stability ഉണ്ടാക്കാന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയാം, പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയാം. ബോത്ത് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ ഹാവ് എ ബാഡ് ഇക്കണോമിക് കോൺസിക്വൻസസ്. It is therefore the desirable to achieve the price stability. Price stability എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാവരുത്, ഡിഫ്ലേഷൻ ഉണ്ടാവരുത് കേട്ടോ. ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. Then similarly, every nation want to raise the level of living of its people, which can be attained through bringing about the economic growth, which is turned to depends on the rise in the rate of the saving and investment and accumulating the capital. അതായത് ബേസിക് ആയിട്ട് ഈ ഒരു മാക്രോ എക്കണോമിക് പോളിസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക, പ്രൈസ് സ്റ്റെബിലിറ്റി കൊണ്ടുവരാം, ഓരോ നേഷനിലെയും ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂട്ടുക, അവരുടെ സേവിങ് ഹാബിറ്റ്സ് കൂട്ടുക, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ്സ് കൂട്ടുക. ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ എന്തിൽ ഉദ്ദേശിക്കുന്നത്, മാക്രോ എക്കണോമിക് പോളിസിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. മാക്രോ എക്കണോമിക് പോളിസീസ് ക്യാൻ പ്ലേ എ യൂസ്ഫുൾ റോൾ ഇൻ ദി റൈസ് ഇൻ ദ റേറ്റ് ഓഫ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ദെർഫോർ എൻഷുർ ദ റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത്. അതായത് ആളുകൾക്കിടയിൽ ഒരു സേവിങ് ഹാബിറ്റ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ അറിയാം മാക്രോ എക്കണോമിക് പോളിസി കൊണ്ടുവരുന്ന സമയത്ത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ആളുകളുടെ കയ്യിൽ ഇൻകത്തും, അവർ കൂടുതൽ സേവ് ചെയ്യും. സേവ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോലെ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇക്കണോമിയിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. Thus, three important goal or objective of the macroeconomic policies: economic stability at a high level of output and employment. One of the important point ആണ് ഇവിടെ ഹൈ ലെവൽ ഓഫ് ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അത് ഉണ്ടാവുന്ന അതേ സമയത്ത് എന്ത് വേണം, ഇക്കണോമി എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം. എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട്, എല്ലാവർക്കും ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടെ ഇക്കണോമി എന്തായിരിക്കണം, അതിന്റെ കൂടെ തന്നെ എന്തായിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ദെൻ പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻഫ്ലേഷനോ ഒരു ഡിഫ്ലേഷനോ ഇല്ലാത്തൊരു സിറ്റുവേഷൻ. അതായത് സാധനങ്ങളുടെ പ്രൈസ് ലെവൽ കൂടാനും പാടില്ല ഓവർ, അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ പ്രൈസ് ലെവൽ കൂടുതൽ കുറയാനും പാടില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ രണ്ടും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയാം, പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയാം. ഇക്കണോമിക് ഗ്രോത്ത്, അതായത് ഒരു അൾട്ടിമേറ്റ് ഏതൊരു കൺട്രീൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയിമാണ് എന്ത് പറയുക, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള മൂന്ന് എന്ത് പറയുന്നത്, ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ഇതിൽ പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മോണിറ്ററി പോളിസി എന്നുള്ളതാണ്. ആദ്യം നമ്മൾ മോണിറ്ററി പോളിസി നോക്കും, അതെങ്ങനെയാണ് ഇക്കണോമിയിൽ വർക്ക് ആവുന്നത്, എങ്ങനെയാണ് ഇക്കണോമിയെ ഡിപ്രഷനിൽ നിന്ന് റിക്കവർ ചെയ്യുന്നത്, അതാണ് ബേസിക്കലി നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ദെൻ നമ്മൾ ഫിസിക്കൽ പോളിസി നോക്കും, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയൊക്കെ പറയുന്ന സമയത്ത് രണ്ട് സിറ്റുവേഷൻ ആണ് നമ്മൾ എക്സാമ്പിൾ ആക്കി എടുക്കുക. ഒന്നെന്ന് പറയുന്നത് റിസഷൻ ആണ്, ഒന്നെന്ന് പറയുന്നത്
എന്തായിരിക്കും? റിസഷന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ അല്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ അതിനെ റിക്കവർ ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളത്. എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ അതിന്? ഗ്രോത്ത് ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആണോ? എന്നെ ഐഡിയ? അല്ല. പക്ഷേ ഗ്രോത്ത് എപ്പോഴാണെന്ന് അറിയോ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആവുന്നത്? ആ ഗ്രോത്ത് ഇൻഫ്ലേഷൻ ഉണ്ടാക്കുമ്പോഴാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ, ഈ ഗ്രോത്തിന്റെ സിറ്റുവേഷൻ എന്താ? എല്ലാവർക്കും എംപ്ലോയ്മെന്റ് ഉണ്ടാവും. എല്ലാവർക്കും എംപ്ലോയ്മെന്റ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എംപ്ലോയ്മെന്റ് ഉണ്ട്, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എംപ്ലോയ്മെന്റ് ഉണ്ട്, ഔട്ട്പുട്ട്, അതുപോലെ തന്നെ നമ്മുടെ ലേബേഴ്സ്, ക്യാപിറ്റൽ, എല്ലാവരും നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊട്ടൻഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാം കൊണ്ട് അടിവുകളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, എല്ലാവർക്കും തൊഴിൽ കിട്ടുന്നുണ്ട്, ഔട്ട്പുട്ട് ഉണ്ടാവുന്നുണ്ട്, എല്ലാവരുടെ കയ്യിൽ ഇൻകം എത്തുന്നുണ്ട്. ഇൻകം എത്തുന്ന സമയത്ത് നമുക്കൊരു മാക്സിമം ലിമിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ആളുകളുടെ കയ്യിൽ കൂടുതൽ മണി വരുന്ന സമയത്ത് അവിടെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുന്ന സമയത്ത് എന്താണ്? നമ്മുടെ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് നമ്മൾ ഫേസ് ചെയ്യും? ഇൻഫ്ലേഷൻ നമ്മൾ ഫേസ് ചെയ്യും. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനാണ്. അപ്പോൾ റിസഷന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്രോത്ത് അല്ല നമ്മൾ എടുക്കുന്നത്. നമ്മൾ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് എടുക്കുന്നത്? ഇൻഫ്ലേഷൻ ആണ് എടുക്കുന്നത്. ഗ്രോത്തിന്റെ സിറ്റുവേഷനിൽ നമുക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ എങ്ങനെ ഉണ്ടാവുന്നു? ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടുമ്പോൾ, അവർക്ക് കൂടുതൽ ഇൻകം കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. അവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടാ പറയുമ്പോൾ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗുഡ്സ് എന്തായിരിക്കും? ഫിക്സഡ് ആണ്. അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിൽ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ ആ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിലെ പ്രൈസ് ലെവൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പം എന്താണ് സംഭവിക്കുക? അവിടെ ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാവും. സോ ഇൻഫ്ലേഷൻ ഇസ് എ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? റിസഷനും അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷനെ നമ്മൾ എടുക്കും. ഇതൊക്കെയാണോ പറഞ്ഞേ? ഓക്കെ ആണോ? ഓക്കെയാണ്. സ്വപ്ന ഓക്കെയാണ്. ശിവ ഓക്കെയാണോ? യെസ്. അപ്പോൾ ഗ്രോത്ത് ഒരു പ്രശ്നമല്ല, പക്ഷെ ഗ്രോത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ നമുക്കൊരു പ്രശ്നമാണ്. അപ്പോൾ ഇൻഫ്ലേഷനും റിസഷനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ, ഒരു പോളിസി എടുക്കും, മോണിറ്ററി പോളിസി എടുക്കും, എന്നിട്ട് അതിന്റെ ടൂൾസ് ഉണ്ടാവും. ഈ ടൂൾസ് റിസഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ ടൂൾസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ ടൂൾസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസി എടുക്കും. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഫിസിക്കൽ പോളിസിന്റെ ടൂൾസിൽ എന്തൊക്കെ മാറ്റം വരുത്തണം. അതുപോലെ തന്നെ റിസഷൻ ഉണ്ടാകുന്ന സമയത്ത് ഫിസിക്കൽ പോളിസിന്റെ ടൂൾസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ഇതാണ് ബേസിക്കലി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊക്കെ മാറ്റം വരുത്തുമ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെന്റ്സിലൊക്കെ അതിന്റെ ഒരു കൺക്ലൂഷൻ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? മനസ്സിലാക്കും. അപ്പോൾ അതിനൊക്കെ ഓരോ സ്റ്റേജ് വൈസ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നെറ്റിന് പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എന്തോ കാണിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം? മോണിറ്ററി പോളിസിയിലേക്ക് വേഗം പോവാം. സോ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്, മോണിറ്ററി പോളിസി ഫുള്ളി നോക്കുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും, വിച്ച് റിലേറ്റ് ടു ദ മണി സപ്ലൈ. മോണിറ്ററി എന്ന് കേൾക്കുമ്പോൾ ഇറ്റ്സ് റിലേറ്റ് ടു ദ മണി സപ്ലൈ. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഓർമ്മ വരണം. അപ്പോൾ എന്താണ് മോണിറ്ററി പോളിസി? നമുക്ക് നോക്കാം. ദ മോണിറ്ററി പോളിസി റിഫേഴ്സ് ടു ദി യൂസ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ്സ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി സെൻട്രൽ ബാങ്ക് ടു റെഗുലേറ്റ് ദ അവൈലബിലിറ്റി ഓർ കോസ്റ്റ് ആൻഡ് യൂസ് ഓഫ് ദി മണി ആൻഡ് ക്രെഡിറ്റ്. അതായത് മോണിറ്ററി പോളിസി ആരാണ് യൂസ് ചെയ്യുന്നത്? സെൻട്രൽ ബാങ്ക് ആണ് യൂസ് ചെയ്യുന്നത്. സെൻട്രൽ ബാങ്കിന്റെ കയ്യിലാണ് മുഴുവൻ പൈസയുള്ളത്. സോ സെൻട്രൽ ബാങ്ക് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇക്കണോമിയിലുള്ള മണി സപ്ലൈനെ റെഗുലേറ്റ് ചെയ്യാനും ആ മണി സപ്ലൈയിലൂടെ റിസഷനെയും ഇൻഫ്ലേഷനെയും സോൾവ് ചെയ്യാൻ ആർക്ക് പറ്റും? നമ്മുടെ RBIക്ക് പറ്റും കേട്ടോ. അക്കോർഡിംഗ് ടു ജോൺസൺ, മോണിറ്ററി പോളിസി ഈസ് ഡിഫൈൻഡ് ആസ് പോളിസി എംപ്ലോയിങ് സെൻട്രൽ ബാങ്ക്സ് കൺട്രോൾ ഓഫ് ദി സപ്ലൈ ഓഫ് മണി. സപ്ലൈ ഓഫ് മണി വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഞാൻ ഈ ബ്ലൂവിൽ മാർക്ക് ചെയ്യുന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ബോൾഡ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഇത് വരില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ആസ് എൻ ഇൻസ്ട്രുമെന്റ് ഫോർ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ജനറൽ ഇക്കണോമിക് പോളിസി. അപ്പോൾ മോണിറ്ററി പോളിസി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ആദ്യം വരുന്നത് RBI ആണ് എന്ത് ചെയ്യുന്നത്? അത് നോക്കുന്നത് മണി സപ്ലൈയും ക്രെഡിറ്റ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു മണീനെയാണ് നമ്മൾ എന്ത് പറയാം? ക്രെഡിറ്റ് എന്നൊക്കെ പറയുന്നത്. ക്രെഡിറ്റ് ക്രിയേഷൻ എന്നൊക്കെ പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ അണ്ടറിൽ വരുന്ന. അപ്പോൾ ഈ ഒരു മണീനെയും ക്രെഡിറ്റിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? RBIക്ക് ഉണ്ട്. അപ്പോൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് റിസഷനെയും ഇൻഫ്ലേഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ റിസഷനും ഇൻഫ്ലേഷനും എന്താണ്? ഇക്കണോമിയിലുള്ള ഒരു
ഡിസീക്വിലിബ്രിയം സിറ്റുവേഷൻ ആണ് കേട്ടോ. നമുക്ക് ഡിസീക്വിലിബ്രിയം അല്ല വേണ്ടത്, നമുക്ക് എന്ത് വേണം, ഈക്കണം. ഈ ഒരു ഈക്വിലിബ്രിയത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും, മണി സപ്ലൈനെയും അതുപോലെ തന്നെ ക്രെഡിറ്റിനെയും എന്ത് ചെയ്യും, റെഗുലേറ്റ് ചെയ്യും. എന്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഈക്വിലിബ്രിയം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ മോണിറ്ററി പോളിസിന്റെ ടൂൾസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള മോണിറ്ററി പോളിസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ആണ്, പ്രൈസ് സ്റ്റെബിലിറ്റി ആണ്, ഇക്കണോമിക് ഗ്രോത്ത് ആണ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഇഫക്റ്റീവ് ഡിമാൻഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ഫസ്റ്റ് ടൈം കൂട്ടിമുട്ടി കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, ഫുൾ എംപ്ലോയ്മെന്റിൽ എത്തില്ല. അവിടെ എന്തുണ്ടാവും, അവിടെ ആക്ച്വലി ഒരു ഇത് വരുന്നുണ്ട് അല്ലേ, നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഒരു ഡെഫിഷ്യൻസി വരുന്നുണ്ട്. അതിനൊക്കെ സോൾവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ എംപ്ലോയ്മെന്റ് അച്ചീവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ എംപ്ലോയ്മെന്റ് അച്ചീവ് ചെയ്യാം, എല്ലാവർക്കും തൊഴിൽ കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടാം. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദെൻ പ്രൈസ് സ്റ്റെബിലിറ്റി, ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുക. ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുക, പ്ലസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് അറിയാം, നമ്മുടെ നേഷനിലുള്ള എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡിനെയാണ് നമ്മൾ എന്ത് പറയാം, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ അതിലുണ്ട്. അപ്പോൾ ഇതിലൊരു ഡെഫിസിറ്റ് അല്ലെങ്കിൽ അതിനൊരു സർപ്ലസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളത്, അതിനൊരു ബാലൻസ്ഡ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇതൊക്കെ എന്താണ്, നമ്മുടെ ഗ്രോത്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റിന് നമ്മൾ എന്ത് ചെയ്യാം, ബാലൻസ്ഡ് ആക്കി കൊണ്ടുപോകുക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന മോണിറ്ററി പോളിസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ബേസിക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാവുന്നത്, നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാൻ മതി, നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റിനെ എപ്പോൾ ആലോചിച്ചാൽ മതി. ഫുൾ എംപ്ലോയ്മെന്റ് പോസിറ്റീവ് ആണ്, പ്രൈസ് സ്റ്റെബിലിറ്റി പോസിറ്റീവ് ആണ്, എക്കണോമിക് ഗ്രോത്ത് പോസിറ്റീവ് ആണ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് അതും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ഇതിൽ കൂടുതൽ നിങ്ങൾ മനഃപ്പാഠം പഠിക്കുന്നു വേണ്ട, മനസ്സിലാക്കി പഠിച്ചാൽ മതി. ദെൻ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് നമുക്ക് വരുന്നത് എന്തൊക്കെയാണ്, ബാങ്ക് റേറ്റ് വരുന്നുണ്ട്, ക്യാഷ് റിസർവ് റേഷ്യോ അതായത് CRR വരുന്നുണ്ട്, പിന്നെ നമുക്ക് വരുന്നത് SLR ആണ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, പിന്നെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇത്രയും ടൂൾസ് ആണ് നമുക്ക് എന്തിൽ വരുന്നത്, നമ്മുടെ മോണിറ്ററി പോളിസിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ബാങ്ക് റേറ്റ് എന്താന്ന് നോക്കും, ക്യാഷ് റിസർവ് റേഷ്യോ, ഇതിനെ CRR എന്ന് പറഞ്ഞാൽ മതി. ദെൻ SLR, പിന്നെ റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് ഷോർട്ട് ഫോമിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. ഓരോ ടൂൾസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ദെൻ ഫസ്റ്റ് നമുക്ക് വരുന്നതാണ് ബാങ്ക് റേറ്റ്. ദ ബാങ്ക് റേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്കൗണ്ട് റേറ്റ്. അതിന് എന്തുകൊണ്ടാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്, അതിന് നമ്മുടെ നെറ്റ് പ്രസന്റ് കൗണ്ട് റേറ്റിൽ നമ്മൾ പറയുന്നത്. ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയൊക്കെ എന്താണ് ബാങ്ക് റേറ്റിനെ നമ്മൾ എന്തും പറയും, ഡിസ്കൗണ്ട് റേറ്റ് എന്നും പറയും. ദ ബാങ്ക് റേറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്, വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്ക് റേറ്റ്, അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ലെൻഡ് ടു മണി ടു ദി കൊമേഴ്ഷ്യൽ ബാങ്ക് ടൈപ്പിക്കലി വിത്തൗട്ട് റിക്വയറിംഗ് എനി കൊളാറ്ററൽ. അതായത് നമ്മൾ സെൻട്രൽ ബാങ്കിനെയും നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കിനെയും എടുക്കുകയാണ്. സെൻട്രൽ ബാങ്ക് ആർക്ക് പൈസ ലെൻഡ് ചെയ്യാണ്, ആർക്ക് പൈസ കടം കൊടുക്കുകയാണ്, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് പൈസ കടം കൊടുക്കുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആർക്ക് കൊടുക്കണം, സെൻട്രൽ ബാങ്കിന് കൊടുക്കണം. ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? ഓരോ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ടൂൾസ് ഒക്കെ വരുന്ന സമയത്ത് ആകെ കൺഫ്യൂഷൻ ആവും. ഇതൊക്കെ ആണോ? ഇതൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഓക്കെ കേട്ടോ. ഓക്കെ ആണോ? ഇവിടെ ഇല്ലേ രണ്ടാളും? ഓക്കെ, അതായത് സെൻട്രൽ ബാങ്കും ഉണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കും ഉണ്ട്. സെൻട്രൽ ബാങ്ക് ആർക്ക് പൈസ കടം കൊടുക്കുകയാണ്, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് പൈസ കടം കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് നിർബന്ധമായിട്ട് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആർക്ക് കൊടുക്കണം, നമ്മുടെ സെൻട്രൽ ബാങ്കിന് കൊടുക്കണം. ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനാണ് നമ്മൾ എന്ത് പറയാ, ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹർഷാൻ ഇപ്പോൾ വന്നാലേ, നമ്മളിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ, അതിന് ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു പോയിട്ടുള്ളൂ. ദെൻ നമ്മളിതാ ടൂൾസിലേക്ക് വന്നിട്ടുള്ളൂ. എന്തായാലും കറക്റ്റ് ടൈമിലാണ് കയറിയത്. ഓക്കെ, അപ്പോൾ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഹർഷാനയ്ക്ക് വേണ്ടിയിട്ടാണ്. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മോണിറ്ററി പോളിസിനെ കുറിച്ചിട്ടാണ്. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് നമ്മുടെ ഇക്കണോമിയിൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റെബിലിറ്റി വരികയാണെങ്കിൽ നമ്മൾ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെലിബറേറ്റ്ലി കൊണ്ടുവരുന്ന ഒരു പോളിസിയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. സോ അത് നടപ്പിലാക്കുന്നത് RBI ആണ്. ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, മണി സപ്ലൈ ആണ്. സോ ഒരു മണി സപ്ലൈനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇക്കണോമിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആയിട്ടുള്ള റിസഷനെയും ഇൻഫ്ലേഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു ഇൻഫ്ലേഷനെയും റിസഷനെയും കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, മോണിറ്ററി പോളിസിന്റെ ടൂൾസ് വേണം. അപ്പോൾ ആ ടൂൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് ആണ്. ഇതിന് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് എന്നും പറയും. സോ സെൻട്രൽ ബാങ്കും അതുപോലെ തന്നെ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കും ഉണ്ടെങ്കിൽ
നമ്മുടെ സെൻട്രൽ ബാങ്ക് ആർക്ക് പൈസ കടം കൊടുക്കും? കൊമേഴ്ഷ്യൽ ബാങ്കിന് ഒരു എമൗണ്ട് പൈസ കടം കൊടുക്കും. അപ്പൊ ഈ ഒരു സമയത്ത് നിർബന്ധമായിട്ട് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആർക്ക് കൊടുക്കണം? സെൻട്രൽ ബാങ്കിന് കൊടുക്കണം. ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പിക്കലി വിത്തൗട്ട് റിക്വയറിങ് എനി കൊളാറ്റർ. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം ഒരാൾക്ക് കടം കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കൊളാറ്റർ വെക്കും. അതായത് ഇപ്പോൾ വീടിന്റെ ആധാരം, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തിന്റെ ആധാരം, ഇതൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ഒരാളിൽ നിന്ന് കടം മേടിക്കാം. അപ്പൊ ഈ ഒരു സാധനത്തെ നമ്മൾ എന്ത് പറയാം? കൊളാറ്ററൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ ഒരാൾക്ക് നിന്ന് കടം മേടിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ നാട്ടിലൊരു പലിശക്കാരൻ്റെ നിന്ന് ഞാൻ കടം മേടിക്കുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ എന്ത് ചെയ്യും? എന്റെ വീടിന്റെ ആധാരം വെച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവുക? കടം മേടിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു കടം മേടിക്കുക, ഒരു സാധനം ഞാൻ എന്ത് ചെയ്യാണ് അവിടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പൈസ കടം മേടിക്കുന്നതാണ് ഞാൻ എന്ത് പറയാ? കൊലാറ്ററൽ എന്ന് പറയുന്നത്. എപ്പോഴാണോ ഞാൻ ആ പൈസ തിരിച്ചു കൊടുക്കുന്നത്, അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ആ ഒരു സാധനം കൊണ്ട് തിരിച്ചു കിട്ടും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാങ്ക് റേറ്റിൽ എന്തില്ല? കൊളാറ്ററൽ ഇല്ല. അതായത് ഒരു തരത്തിലുള്ള ഡോക്യുമെന്റ്സും നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് ആരുടെ മുമ്പിൽ വെക്കുന്നില്ല? നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ മുമ്പിൽ വെക്കുന്നില്ല. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? വിത്തൗട്ട് റിക്വയറിങ് എനി കൊലാറ്ററൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ റിപ്പോ റേറ്റ് പറയുന്ന സമയത്ത് നമ്മൾ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് പറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റിപ്പോ റേറ്റ് പഠിക്കാണ്ട് ഈ ബാങ്ക് റേറ്റും ബേസിക് മനസ്സിലാക്കിയേക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക് നമ്മുടെ RBIന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ട്. ഈ പൈസ മേടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? കൊമേഴ്ഷ്യൽ ബാങ്ക് നിർബന്ധമായിട്ട് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം. ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനാണ് നമ്മൾ എന്ത് പറയാ? ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. പ്ലസ് എന്ത് ചെയ്യുന്നില്ല? ഒരു തരത്തിലെ കൊളാറ്ററലും അവിടെ ആര് വെക്കുന്നില്ല? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിന്റെ മുമ്പിൽ വെക്കുന്നില്ല. മീൻസ് ദാറ്റ് ദ ബോറോവർ ഡസ് നോട്ട് നീഡ് ടു പ്രൊവൈഡ് എനി അസറ്റ് ഓർ ഗ്യാരണ്ടി ടു സെക്യൂർ എ ലോൺ. അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ, വീടിന്റെ ആധാരം എന്തുകൊണ്ട് ആ പലിശക്കാരൻ മേടിക്കുന്നു? ഈ ഒരു പൈസ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ആ വീട് ജപ്തി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? അപ്പൊ ഈ ഒരു സാഹചര്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കൊലാറ്ററൽ വെക്കുന്നത്. ഈ ബാങ്ക് റേറ്റിൽ എന്തില്ല? ആ ഒരു കൊലാറ്ററൽ ഇല്ല കേട്ടോ. ഈ ബാങ്ക് റേറ്റ് ഈസ് ഇൻക്രീസ് ദെൻ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ഓൾസോ ചാർജ് ദ ഹയർ റേറ്റ് ഓഫ് ദി ഇൻട്രസ്റ്റ് ഓൺ ദി ലോൺസ് ഗിവൺ ബൈ ദ ബാങ്ക് to public because now the commercial bank to get the fund from the RBI at a higher rate of interest. ഈ ഒരു സാധനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ചുരുക്കി പറഞ്ഞുതരാം. ഓക്കെ, ഇനിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ബാങ്ക് റേറ്റിൽ എന്ത് മാറ്റമാണ് വരുത്താൻ നോക്കാം. അതായത് ഇക്കണോമി ഇപ്പോൾ ഡിപ്രഷനിലാണ്. അതായത് ഇക്കണോമി ഇപ്പോൾ എന്താണ്? ഭയങ്കര ഭയങ്കര മോശം സിറ്റുവേഷനാണ്. എംപ്ലോയ്മെന്റ് ഇല്ല, ആളുകൾക്ക് പൈസ ഇല്ല, ഫുൾ ദാരിദ്ര്യം, ആ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ആര് വരണമല്ലോ? നമ്മുടെ മോണിറ്ററി പോളിസി ആയിട്ട് ആര് വരണം? RBI വരണം. RBI എന്തൊക്കെ ടൂൾസ് ആയിട്ടാണ് വരുന്നത്? ബാങ്ക് റേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഡിപ്രസന്റ് സിറ്റുവേഷനിൽ RBI ഈ ബാങ്ക് റേറ്റിൽ എന്ത് മാറ്റമാണ് വരുത്തുക നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഇക്കോണമി എന്താണ്? ഡിപ്രഷനിലാണ് കേട്ടോ. സോ ഈ ഒരു ഡിപ്രഷനിലാകുമ്പോൾ നമ്മുടെ ബേസിക് പർപ്പസ് എന്തായിരിക്കണം? ടു സ്റ്റിമുലേറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റി. എന്ത് ചെയ്യണം? ഇക്കണോമിക് ആക്ടിവിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റിമുലേറ്റ് ചെയ്യണം. സോ ഈ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ബാങ്ക് റേറ്റ് കുറയ്ക്കും. അതായത് RBIക്ക് കൊടുക്കേണ്ട ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ കുറയ്ക്കും. അതൊരു 3% ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1% ആക്കും. അല്ലെങ്കിൽ അതൊരു 5% ആണെങ്കിൽ എന്ത് ചെയ്യും? RBI അതൊരു 3% ആക്കും. അപ്പൊ ഈ ഒരു ബാങ്ക് റേറ്റ് കുറയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കാം. ലോവർ ഇൻ ദ ബാങ്ക് റേറ്റ് മേക്സ് ബോറോയിങ് ചീപ്പർ for the commercial bank. This is a turn to reduce the interest rate on the loans for the consumer and the businesses. എന്താണ് സംഭവിക്കുന്നുണ്ടാവാം? ഈ ഒരു ബാങ്ക് റേറ്റ് കുറയുന്ന സമയത്ത് എന്തായിരിക്കും? നമ്മുടെ ഈ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കൈമിൽ എന്തുണ്ട്? ഒരുപാട് പൈസ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പൈസക്ക് പുറത്തെ ആക്ടിവിറ്റീസിന് ലെൻഡ് ചെയ്യാൻ പറ്റും. ലോവർ ഇൻ ദ ബാങ്ക് റേറ്റ് മേക്സ് ദ ബോറോയിങ് ചീപ്പർ ഫോർ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. ദിസ് ഇസ് ടേൺ ടു റെഡ്യൂസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ദി ലോൺസ് ഫോർ ദ കൺസ്യൂമേഴ്സ് ആൻഡ് ദി ബിസിനസ്സസ്. അതായത് ഈ ബാങ്ക് റേറ്റ് കുറയാന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിനൊരു ഇത് വരാണ്, ഒരു സാഹചര്യം വരാം, ഒരു ചാൻസ് വരാണ്. ഇപ്പൊ ബാങ്ക് റേറ്റ് കുറവല്ലേ? ഇപ്പൊ ഞാൻ നമ്മുടെ സെൻട്രൽ ബാങ്കിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവല്ലേ? അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? സെൻട്രൽ ബാങ്കിൽ നിന്ന് ഇനിയും എനിക്ക് കട എടുക്കാം. ഇനിയും കട എടുക്കാന്ന് പറയുമ്പോൾ അവർക്ക് എന്തായിരിക്കും? ബാങ്കിനെ സംബന്ധിച്ചോളം ആ കട എടുക്കുന്ന പൈസ ഒക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ലോണായിട്ട് പബ്ലിക്കിലേക്കാണ് പോകുന്നത്. ലോണായിട്ട് പബ്ലിക്കിലേക്ക് പോകുമ്പോൾ അവിടെ എന്തായിരിക്കും? ഒരു പ്രൊഡ്യൂസർ അവിടെ ആ ഒരു ലോൺ മേടിക്കാണ്ടായിരിക്കും. ആ പ്രൊഡ്യൂസർ എന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടും. ഇക്കണോമി എന്ത് ചെയ്യും? കൂടുതൽ ആക്ടിവിറ്റീസ് ബൂസ്റ്റ് ചെയ്യും. നമ്മുടെ ഡിപ്രഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് അത് കാരണമാവും. അതായത് ബാങ്ക് റേറ്റ് കുറയുമ്പോൾ
കൊമേഴ്ഷ്യൽ ബാങ്കിനെ സംബന്ധിച്ചോളം ഇപ്പം ഞാൻ സെൻട്രൽ ബാങ്കിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്, അതാണ് ബാങ്ക് റേറ്റ് കുറയാന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും? കൂടുതൽ പൈസ ആരിൽ നിന്ന് കടം മേടിക്കാം? നമ്മുടെ സെൻട്രൽ ബാങ്കിൽ നിന്ന് മേടിക്കാം. ഇപ്പൊ ഈ കൂടുതൽ പൈസ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ എത്താന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ചാൻസ് ആണ് അല്ലേ, കൂടുതൽ ആളുകളിലേക്ക് ആ പൈസ ലോൺ ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് ആ ഒരു പൈസ ഉപയോഗിച്ചിട്ട് തന്നെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് പുറത്തുള്ള ആളുകൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരാണ്. അവർക്കും ഇതേമായിട്ട് എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്ന രീതിയിൽ തന്നെയായിരിക്കും ആ ഒരു എമൗണ്ട് കിട്ടുന്നുണ്ടാവും. മറ്റേനെക്കാട്ടും ഇതായിരിക്കില്ല, ആ ഒരു രീതിയിലായിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ദെൻ അവരെന്ത് ചെയ്യും? കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യും? അത് യൂസ് ചെയ്യും. റിസൾട്ട് എന്തായിരിക്കും? എൻകറേജ് ദ ഇൻക്രീസ് ഇൻ ദ ബോറോവിംഗ് ആൻഡ് ദി സ്പെൻഡിങ്. ആളുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും? കൂടുതലായിട്ടുള്ള പൈസ കൊടുക്കാൻ തയ്യാറാവുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, പുറത്തുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? അത് ബോറോവ് ചെയ്യാനും സ്പെൻഡ് ചെയ്യാനും തുടങ്ങും, വിച്ച് ക്യാൻ ഹെൽപ്പ് ടു ബൂസ്റ്റ് ദ ഡിമാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് മാത്രമാണോ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ടാവുക? ഓരോ ഇൻഡിവിജ്വൽസും വാങ്ങും. ഇൻഡിവിജ്വൽസ് വാങ്ങുമ്പോൾ അവരുടെ ഡിമാൻഡ് കൂടും. സോ ഈ ഡിമാൻഡ് കൂടാന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടും, വീണ്ടും എന്താണ്? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ആളുകൾക്ക് ജോലി കിട്ടും, വീണ്ടും അവർക്ക് ഇൻകം ഉണ്ടാവും, ഇൻകം ഉണ്ടാകുമ്പോൾ വീണ്ടും അവർ ഡിമാൻഡ് ചെയ്യും, ഇക്കണോമി എന്ത് ചെയ്യും? ബൂസ്റ്റ് ചെയ്യും. പ്ലസ് ഇതിന്റെ കൂടെ തന്നെ ആർക്കും കൂടെ ലോൺ കിട്ടാണ്, നമ്മുടെ പ്രൊഡ്യൂസർക്കും ലോൺ കിട്ടാണ്. പ്രൊഡ്യൂസർ എന്ത് ചെയ്യുക? കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും, കൂടുതൽ ഫേംസ് സ്റ്റാർട്ട് ചെയ്യും, കൂടുതൽ പേർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, വീണ്ടും എന്ത് ചെയ്യും? ഇക്കണോമി ബൂസ്റ്റ് ആവും. This is particularly important in a depression wherever consumer and the business confidence is low and economic activities is sluggish. അതായത് ഡിപ്രഷൻ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ഫേസ് ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ് കോൺഫിഡൻസ് വളരെ ലോ ആയിരിക്കും. ഒരു തരത്തിലുള്ള എക്സ്പെക്ടേഷൻ ആർക്കില്ല, ഒരു തരത്തിലുള്ള MEC ആർക്കില്ല, നമ്മുടെ ഒരു പ്രൊഡ്യൂസർക്കില്ല. അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യാണ്? സ്ട്രഗിൾ ചെയ്യാണ്, എങ്ങനെ അവരുടെ ഡേ ടു ഡേ ഡിമാൻഡ് മീറ്റ് ചെയ്യും. ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള ഒരു സിറ്റുവേഷൻ വരാം. അപ്പം ഇങ്ങനെയൊക്കെ ഡേ ടു ഡേ ഡിമാൻഡ് എങ്ങനെ മീറ്റ് ചെയ്യുന്നുള്ളൊരു നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബാങ്ക് റേറ്റ് കുറയുന്നത്. ബാങ്ക് റേറ്റ് കുറയാന്ന് പറയുമ്പോൾ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് കൂടുതൽ പൈസ ആരിൽ നിന്ന് മേടിക്കാം, കുറവ് ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യാം? നമ്മുടെ RBI നിന്ന് മേടിക്കാം. സോ ആ ഒരു പൈസയ്ക്ക് ഈ ലോണായിട്ട് പുറത്തേക്ക് കൊടുക്കാൻ ആർക്ക് പറ്റും? കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കാൻ പറ്റും. ഈ പുറത്തുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഇൻഡിവിജ്വൽസ് ആണെങ്കിലും ആ ഒരു പൈസ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോണായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും? ഇക്കണോമിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഇക്കണോമിയിൽ എന്ത് സംഭവിക്കും? ആ ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിനെ നമ്മൾ എന്ത് ചെയ്യും? റിക്കവർ ചെയ്ത് വരും. ക്ലിയർ ആണോ? നോട്ട് ഓഡിബിൾ. ഇപ്പൊ ക്ലിയർ ആണോ? എടാ കേൾക്കുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? സഫ്ന, ഹർഷാന, എനി കൺഫ്യൂഷൻ? ശിവ ഓക്കെ ആണ്. സഫ്ന ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഇല്ല എന്നാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ ഡ്യൂറിങ് ഇൻഫ്ലേഷൻ സമയത്ത് എന്ത് ചെയ്യും? മിസ് ഈ ഇമ്പാക്ട് എങ്ങനെയാ വർക്ക് ആവുന്ന ഒന്നുകൂടെ പറയാം. ഓക്കെ, അതായത് ഇക്കണോമി ഇപ്പോൾ ഡിപ്രഷൻ സിറ്റുവേഷനിലാണ്. ഇക്കണോമി ഡിപ്രഷൻ സിറ്റുവേഷനിലാണെങ്കിൽ എന്തായിരിക്കും? അവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല, ആളുകൾ പോവേർട്ടി എന്ത് ചെയ്യുന്നുണ്ടാവും? ഫേസ് ചെയ്യുന്നുണ്ടാവും, ആളുകളുടെ കയ്യിൽ പൈസ ഇല്ല, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇക്കണോമി മൊത്തം എന്താണ്? ഡൗൺ ആണ്. ഇതിനാണ് നമ്മൾ ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ആരെങ്കിലും ഒരാൾ വേണമല്ലോ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിനെ നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വേണം എന്നുള്ളതാണ് ആര് പറഞ്ഞത്? കെയ്ൻസ് പറഞ്ഞിട്ടില്ല. അങ്ങനെ വേണമെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെലിബറേറ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ക്ലാസിക്കൽസ് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവുന്നതാണ്. പക്ഷേ 1930-ലും സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്തും എവിഡൻസ്, എംപിരിക്കലി എവിഡൻസ് വന്നു എന്താണ്? നമുക്ക് ഒരിക്കലും ഓട്ടോമാറ്റിക്കലി ക്ലിയർ ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു പോളിസി വരണമെന്ന്. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോണിറ്ററി പോളിസി കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു RBIന്റെ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പം നമ്മുടെ ഇക്കോണമി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാണ്? ഡൗൺ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ ഇക്കോണമി ഡൗൺ ആവുന്ന സിറ്റുവേഷന് RBIക്ക് സമാധാനം ഉണ്ടാവില്ല. RBI വിചാരിക്കും ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രാജ്യം മൊത്തം തകർന്നില്ല, അപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ RBI എന്ത് ചെയ്യാണ്? ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞൊരു ടൂളായിട്ട് വരാണ്. അപ്പോൾ ഈ ടൂളായിട്ട് വരുന്ന സമയത്ത് എന്താണ് ഇക്കണോമി സംഭവിക്കാൻ നോക്കുക? ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് നമ്മുടെ RBIന്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങുന്ന സമയത്ത്
കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് കൊടുക്കുന്ന ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനാണ് നമ്മൾ എന്താ പറയാ, ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിപ്രഷൻ സിറ്റുവേഷനിൽ നമ്മുടെ മോണിറ്ററി പോളിസി പറയാണ്, ഞാനിപ്പോൾ ബാങ്ക് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ കുറേ പൈസ ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ അടുത്ത് എത്തല്ലോ. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ അടുത്ത് കുറേ പൈസ എത്താന്ന് പറയുമ്പോൾ എന്താണ്, കുറേ പൈസ ആളുകളിലേക്ക് എത്തല്ലേ ചെയ്യുന്നത്, ആളുകൾ ലോണായിട്ട് മേടിക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആളുകളിലേക്ക് കുറേ പൈസ എത്തുമ്പോൾ എന്താ സംഭവിക്കുക, അവർ കൂടുതൽ ഡിമാൻഡ് ചെയ്യും, അവർ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യും. അപ്പോൾ ഇക്കണോമി എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലല്ല, ഇക്കണോമി മെല്ലെ മെല്ലെ എന്ത് ചെയ്യും, ഒരു ചെയിന് പോലെ എന്ത് ചെയ്യും, അത് റിക്കവർ ചെയ്ത് വരും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും, ബാങ്ക് റേറ്റ് കുറയ്ക്കും. ബാങ്ക് റേറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ, സോറി കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ല, RBI ബാങ്ക് റേറ്റ് കുറയ്ക്കും. ബാങ്ക് റേറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിനെ സംബന്ധിച്ചോളം കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് ആർക്ക് കൊടുത്താൽ മതി, നമ്മുടെ സെൻട്രൽ ബാങ്കിന് കൊടുത്താൽ മതി. കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് സെൻട്രൽ ബാങ്കിന് കൊടുത്താൽ മതി എന്ന് പറയുന്ന സിറ്റുവേഷനിൽ, ഇപ്പോൾ ഒരു ബാങ്കിന് കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ മതി എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ, ഞാനാണെങ്കിൽ എന്ത് ചെയ്യും, കൂടുതൽ ലോൺ വീണ്ടും ആ ഒരു ബാങ്കിൽ നിന്ന് എടുക്കും. അപ്പോൾ ഈ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ചിന്തിക്കുകയാണ്, ഇപ്പം കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ പോരാ, അപ്പം ഞാൻ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ പൈസ എന്ത് ചെയ്യുക, RBIൻ്റെ നിന്ന് മേടിക്കാണ്. അപ്പോൾ ഈ ഒരു കുറച്ചും കൂടെ പൈസ എന്ത് ചെയ്യാണ്, കൊമേഴ്ഷ്യൽ ബാങ്ക് മേടിച്ചിട്ട് തൻ്റെ കയ്യിൽ വെക്കാണ്. ഈ കയ്യിൽ വെക്കുന്ന സമയത്ത് അതിങ്ങനെ ബാങ്കിൽ കെട്ടിക്കൂട്ടി വെക്കുകയാണോ ചെയ്യുക, ഒരിക്കലല്ല. അപ്പോൾ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് തിങ്ക് ചെയ്യും, ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് ആർക്ക് കൊടുത്താൽ മതി, അതായത് ബാങ്ക് റേറ്റ് കുറവാണല്ലോ, അപ്പോൾ ഞാൻ കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് ആർക്ക് കൊടുത്താൽ മതി, നമ്മുടെ സെൻട്രൽ ബാങ്കിന് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് കുറവ് ഇൻട്രസ്റ്റ് റേറ്റിൽ പബ്ലിക്കിലേക്ക് ഈ പൈസ കൊടുത്തുവിടാന്ന്. അപ്പോൾ ബാങ്ക് റേറ്റ് കുറയുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും, പബ്ലിക്കിലേക്ക് ലോൺ കൊടുക്കുന്ന സമയത്തുള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കും. അപ്പൊ പബ്ലിക്കിലുള്ള ആളുകൾ, ഇപ്പൊ എനിക്ക് കുറവ് ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യാം, കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് കൂടുതൽ ലോൺ എടുക്കാം, ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അയാൾ കൂടുതൽ ലോൺ എടുക്കും. അപ്പൊ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ, കണക്ഷൻ ഒരു ബ്രേക്ക് വരുന്നുണ്ടല്ലേ, ഓക്കെ. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ എന്താ തിങ്ക് ചെയ്യുക, ഇപ്പൊ കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ മതി, അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഒന്നുമില്ല, മൊത്തത്തിൽ ഉള്ള സിറ്റുവേഷൻ ആണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് പൈസ ഇപ്പോൾ ലോൺ ബാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ ഇൻഡിവിജ്വൽസും എന്ത് ചെയ്യും, കുറച്ച് പൈസ എന്ത് ചെയ്യും, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ബാങ്ക് റേറ്റ് കുറഞ്ഞ സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താ തിങ്ക് ചെയ്തത്, ഇത് അവിടെ ഒരു ചെറിയൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കുറവ് വരുത്താം, അപ്പോൾ ആളുകളിലേക്ക് കൂടുതൽ പൈസ എത്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആളുകളിലേക്ക് കൂടുതൽ പൈസ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ മണി സപ്ലൈ എന്താണ്, കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അയാൾ ലോൺ എടുത്തിട്ടുണ്ട്, കാരണം എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണ്. അപ്പോൾ ലോൺ എടുത്ത സമയത്ത് അയാൾ എന്ത് ചെയ്യാണ്, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, കൂടുതൽ ഫേംസിനെ കൊണ്ടുവരാണ്. ഈ ഫേംസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരാണ്, അവർ പണിയെടുക്കാണ്, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടാണ്. ഈ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടുമ്പോൾ അവർക്ക് വീണ്ടും ഇൻകം കിട്ടാണ്, അവർ വീണ്ടും ഡിമാൻഡ് ചെയ്യാണ്. ഇതൊരു പ്രൊഡ്യൂസറുടെ സൈഡാണ്. ഇനി ഒരു ഇൻഡിവിജ്വലിന്റെ കേസ് എടുക്കുക, അപ്പൊ ഞാനാണ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുന്നെങ്കിൽ അയാളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ ലോൺ എടുക്കുന്നത്. അപ്പൊ ഞാനാണെങ്കിൽ എന്താണ്, എനിക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ലോണിനെ യൂസ് ചെയ്യാണ്. അങ്ങനെ ലോൺ എടുക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ, അത്രയും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നവരൊക്കെ അങ്ങനെ ലോൺ എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു പോവേർട്ടിയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്രഷൻ സിറ്റുവേഷൻ എന്നെ വല്ലാണ്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കുറവ് ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യാണ്, ലോൺ അവൈലബിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ കൂടുതൽ ലോൺ അവിടെ നിന്ന് എടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഡിമാൻഡ് ചെയ്യാണ്. എൻ്റെ കയ്യിലെത്തിയിട്ടുള്ള ആ പൈസ ഞാൻ വെറുതെ വീട്ടിൽ വെക്കല്ലേ, ഞാൻ ഡിമാൻഡ് ചെയ്യാണ്. ഞാൻ ഡിമാൻഡ് ചെയ്യുമ്പോൾ എന്താണ്, ഞാനിപ്പോൾ ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ അരിയോ ഉപ്പോ മുളകോ പഞ്ചസാര എന്ത് വേണേ ഞാൻ ഡിമാൻഡ് ചെയ്തോട്ടെ, ഇത് റിലേറ്റ് ചെയ്യുന്ന ഫാക്ടറീസിൽ എന്ത് ചെയ്യാണ്, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടാ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടുമ്പോൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും, എഗെയിൻ അവർക്ക് വീണ്ടും ഇൻകം കിട്ടും, അവർ വീണ്ടും ഡിമാൻഡ് ചെയ്യും, വീണ്ടും എന്താ സംഭവിക്കുന്നത്, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്തു, റിക്കവർ ചെയ്ത് കൊണ്ടുപോയി. ഇത് ക്ലിയർ ആണോ? ഓക്കെ മിസ്, ക്ലിയർ, സെറ്റ്. ഇനി ഇൻഫ്ലേഷൻ സമയത്ത് എന്താ സംഭവിക്കും, ഇത് നിങ്ങളൊരു ടേബിൾ ആയിട്ടാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഡിപ്രഷൻ സമയത്ത് എന്ത് വരും, നമ്മുടെ ബാങ്ക് റേറ്റ് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ബാങ്ക് റേറ്റ് കൂട്ടാണ് ചെയ്യാം. സോ ഇൻഫ്ലേഷൻ സമയമാണ്, ഇൻക്രീസ് ഇൻ ദ ബാങ്ക് റേറ്റ്. പേർപ്പസ് എന്താ, ടു കൺട്രോൾ ദ ഇൻഫ്ലേഷൻ. നമ്മൾ പറഞ്ഞു ഇൻഫ്ലേഷൻ ഉണ്ടാവാന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യണം. സോ ഇമ്പാക്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാങ്ക് റേറ്റ് കൂട്ടാട്ടോ. ഇൻഫ്ലേഷൻ സമയത്ത് നമ്മൾ ബാങ്ക് റേറ്റ് കൂട്ടാണ്. ഇമ്പാക്ട് എന്താണ് സംഭവിക്കുക, ദ റൈസ് ഇൻ ദ ബാങ്ക് റേറ്റ് മേക്സ് ദ ബോറോയിഡ് മോർ എക്സ്പെൻസീവ് ഫോർ ബാങ്ക്സ്. എന്താ സംഭവിക്കുന്നത്, കൊമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യാണ്, കൂടുന്ന സിറ്റുവേഷൻ അല്ല ബാങ്ക് റേറ്റ് കൂട്ടാന്ന് പറയുമ്പോൾ. അപ്പൊ ഈ ഒരു സമയത്ത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് തിങ്ക് ചെയ്യാൻ, ഞാൻ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ല ആർക്ക് കൊടുക്കുന്നത്,
ഞാൻ സെൻട്രൽ ബാങ്കിന് കൊടുക്കുന്നത്. ഓഫ് കോഴ്സ് എൻ്റെ അടുത്തേക്ക് ലോണിന് അപ്ലൈ ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ മേടിക്കും. ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ആളുകളും ഇൻവെസ്റ്റേഴ്സും എന്ത് ചെയ്യില്ല, ഒരിക്കലും ലോൺ എടുക്കാൻ റെഡി ആവില്ല. കാരണം എന്താണ്? ബാങ്ക് റേറ്റ് കൂടാന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടാന്നാണ് അർത്ഥം. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താ തിങ്ക് ചെയ്യുക? ഞാൻ കൊടുക്കുന്ന ഓരോ ലോണിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ ഈടാക്കും. എന്നിട്ട് വേണമെങ്കിൽ അത് സെൻട്രൽ ബാങ്കിന് കൊടുക്കാൻ. അപ്പോൾ സെൻട്രൽ ബാങ്കിന് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിനെ സംബന്ധിച്ചോളം അവിടെ എന്താണ്? ലോണ് എക്സ്പെൻസീവ് ആണ് അല്ലേ? അതായത് പുറത്തുള്ള ഓരോ ആളുകളും നോക്കി കാണുന്ന സമയത്ത് ലോൺ എക്സ്പെൻസീവ് ആണ്. ലോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ മേടിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ബാങ്ക് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും? ഓരോ ലോണിന്റെ മുകളിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. സോ വിച്ച് സബ്സീക്വന്റ്ലി ഇൻക്രീസ് ദ ലോൺ റേറ്റ് ഫോർ ദ കൺസ്യൂമേഴ്സ് ആൻഡ് ദ ബിസിനസ്സസ്. അതായത് ഓരോ ഇൻഡിവിജ്വൽസിനെയും അതുപോലെ തന്നെ ബിസിനസ്മാനെ അത് എഫക്ട് ചെയ്യും. റിസൾട്ട് എന്താ സംഭവിക്കുക? ഹയർ ദ ഇൻട്രസ്റ്റ് റേറ്റ് can help to reduce the spending and the borrowing, cooling down the overheated economy and helping to bring the inflation under the control. എന്താ സംഭവിക്കാം? ആളുകളൊന്നും ലോൺ എടുക്കുന്നില്ല. ആളുകളൊന്നും ലോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ്? ആളുകളുടെ കയ്യിലൊന്നും പൈസ ഇല്ല. ആളുകളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ മണി സപ്ലൈ ഇല്ല. മണി സപ്ലൈ ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് ഡിമാൻഡ്, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? MV/PT. മണി സപ്ലൈ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? മണി സപ്ലൈ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? MV/PT. വിനെയും ടീനെയും കോൺസ്റ്റന്റ് ആയിരിക്കുക. MV/P. മണി സപ്ലൈ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? ആരെങ്കിലും ഒരാൾ മണി സപ്ലൈ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? എനി ഐഡിയ? ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. എനി ഐഡിയ? എനി ഐഡിയ? മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കുറയുമ്പോൾ പ്രൈസ് കുറയും, ഇൻഫ്ലേഷൻ റേറ്റ് കുറയും. എങ്ങനെയായിരിക്കും? ഇപ്പൊ നമ്മൾ എന്താണ്? ബാങ്ക് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആർക്ക് കൊടുക്കണം? സെൻട്രൽ ബാങ്കിന് കൊടുക്കണം. ദാറ്റ് മീൻസ് ഈ ഒരു സെൻട്രൽ ബാങ്കിന് ഇത്രയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് തിങ്ക് ചെയ്യാണ്, ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യണേ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ലോണായിട്ട് കൊടുക്കുന്ന ആ ഒരു ലോണിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യും? ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ എന്തായാലും ഈടാക്കും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നില്ല? ലോൺ മേടിക്കുന്നില്ല. കാരണം ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആര് ഈടാക്കിയിട്ടുണ്ട്? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ലോൺ എക്സ്പെൻസീവ് ആണ്. ലോൺ എക്സ്പെൻസീവ് ആണെന്ന് പറയുമ്പോൾ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയോണ്ടാണല്ലോ ലോൺ എക്സ്പെൻസീവ് ആയത്. ലോൺ എക്സ്പെൻസീവ് ആണെന്ന് പറയുമ്പോൾ ആളുകളൊന്നും ലോൺ എടുക്കുന്നില്ല. ഒരു ബിസിനസ്മാനും ഒരു ഇൻഡിവിജ്വലും എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നില്ല. ലോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇക്കണോമിയിൽ എന്തില്ല? മണി സപ്ലൈ ഉണ്ടാവുന്നില്ല. മണി സപ്ലൈ ഇല്ലെങ്കിൽ മണി സപ്ലൈ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇൻഫ്ലേഷൻ കുറയും. അതെങ്ങനെയായിരിക്കും? ആളുകളുടെ കയ്യിൽ മണി ഇല്ല. ദാറ്റ് മീൻസ് മണി സപ്ലൈ ഇല്ല. ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നില്ല? ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നില്ല. ആളുകൾ എന്ത് ചെയ്യുന്നില്ല? ഡിമാൻഡ് ചെയ്യുന്നില്ല. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സാധനങ്ങൾ എന്ത് ചെയ്യും? കെട്ടിക്കൂടി അവിടെ നിൽക്കും ഇക്കണോമിയിൽ. ഇപ്പൊ ഗ്രോത്ത് സിറ്റുവേഷൻ ആണല്ലോ. ഗ്രോത്ത് സിറ്റുവേഷനിലാണല്ലോ നമ്മൾ ഇൻഫ്ലേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ സാധനങ്ങൾ കെട്ടിക്കൂടി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ആളുകളുടെ കയ്യിലൊന്നും ഡിമാൻഡ് ഇല്ല. ആളുകളുടെ കയ്യിലൊന്നും പൈസ ഇല്ല. അപ്പൊ ആളുകൾ എന്ത് ചെയ്യുന്നില്ല? ആ സാധനങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല? ഡിമാൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ആളുകൾ മേടിക്കുന്നില്ല എന്ന് കാണുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിലുള്ള പ്രൈസ് ലെവൽ എന്ത് ചെയ്യും? കുറയും. അവിടെയാണ് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് വർക്കിംഗ് ആവുന്നത്. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് കൂടും. ദാറ്റ് മീൻസ് ഇവിടെ മണി സപ്ലൈ കുറഞ്ഞപ്പോൾ പ്രൈസ് ലെവൽ കുറഞ്ഞു. കാരണം ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നില്ല. ആളുകളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല. അവർ ഡിമാൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ കെട്ടിക്കൂടാണ്, അതൊക്കെ കേടായി പോവാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെ എങ്ങനെ വിറ്റ് പോകണമല്ലോ. ഒരു പ്രൊഡ്യൂസർ തിങ്ക് ചെയ്യുക, ഇതിങ്ങനെ കെട്ടിക്കൂട്ടി വെച്ചിട്ടൊരു കാര്യമില്ല, ഇതിങ്ങനെ വിറ്റ് പോകണം. അപ്പോൾ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? ആ ഒരു പ്രൈസ് ലെവൽ എല്ലാം അങ്ങോട്ട് കുറയ്ക്കും. പ്രൈസ് ലെവൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യും. പ്രൈസ് ലെവൽ കുറയ്ക്കാന്ന് പറയുന്നതല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഫ്ലേഷൻ കുറയാന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ സിറ്റുവേഷനെ നമ്മൾ സോൾവ് ചെയ്തു. എങ്ങനെ? ഇൻക്രീസ് ഇൻ ബാങ്ക് റേറ്റിലൂടെ. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇതൊക്കെയാണോ? എനി ഡൗട്ട്? റിപ്പീറ്റ് ചെയ്ത് പറയാം. നോ ഇഷ്യൂസ്. ക്ലിയർ ആണോ മിസ്? ഓക്കെ. ശിവ ഓക്കെ ആണോ? ദെൻ സഫ്ന ഓക്കെ ആണ്. സഫ്ന ഓക്കെ ആണോ? യെസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്താ വെച്ചാല്, നമ്മൾ റിസഷൻ സമയത്ത് അല്ലെങ്കിൽ ഡിപ്രഷൻ സമയത്ത് നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? ബാങ്ക് റേറ്റ് നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും.
ഇൻഫ്ലേഷൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് റേറ്റ് കൂട്ടും. ഇതിന്റെ ഒരു ചെയിൻ വൈസ് ഉള്ള എക്സ്പ്ലനേഷൻ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദെൻ ഈ ഒരു രണ്ട് ആസ്പെക്റ്റുകളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾക്ക് ഓരോ പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതെങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതല്ല. അപ്പോൾ ബേസിക്കലി ബാങ്ക് റേറ്റ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇത് നമുക്ക് ചെയിനായിട്ട് ആലോചിക്കാനുള്ളൂ. ഓക്കെ, ദെൻ ഇത് നമ്മൾ എഗെയിൻ പറഞ്ഞ സാധനങ്ങളാണ്. ദ ബാങ്ക് റേറ്റ് ഈസ് എ കീ ടൂൾ ടു മോണിറ്ററി പോളിസി. സെൻട്രൽ ബാങ്ക് സെറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദി ഇക്കണോമിക് ഇൻഡിക്കേറ്റർ ഇൻക്ലൂഡിംഗ് ഇൻഫ്ലേഷൻ, എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. സെൻട്രൽ ബാങ്ക് ലെൻഡിങ്ങിലാണ് ബേസിക്കലി ബാങ്ക് റേറ്റ് വരിക. വെൻ കൊമേഴ്ഷ്യൽ ബാങ്ക് നീഡ് ഫണ്ട് ദേ ക്യാൻ ബോറോ ഫ്രം ദ സെൻട്രൽ ബാങ്ക് അറ്റ് ദ ബാങ്ക് റേറ്റ്. ദിസ് റേറ്റ് ഈസ് ടൈപ്പിക്കലി ഹയർ ദാൻ ദി ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് ചാർജ് ദർ കൺസ്യൂമേഴ്സ്. അതായത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ടെങ്കിൽ ആ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്തെങ്കിലും ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ സെൻട്രൽ ബാങ്കിൽ നിന്ന് കടം മേടിക്കാം. അപ്പോൾ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കും. ഇതിനാണ് നമ്മൾ ബാങ്ക് റേറ്റ് എന്ന് പറയാം. ഈ ഒരു ബാങ്ക് എന്ന് പറയുന്നത്, ഈ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തിനേക്കാൾ ഹയർ ആയിരിക്കും? കൊമേഴ്ഷ്യൽ ബാങ്ക് നമ്മുടെ ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെക്കാളും ഹയർ ആയിരിക്കും. ഇൻഫ്ലുവൻസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ഇൻ ദി ബാങ്ക് റേറ്റ് ക്യാൻ എഫക്ട് ദി മീൻസ്. എന്നാൽ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഇൻഫ്ലേഷനെ ഇതിലും ആവശ്യത്തിനുള്ള പ്രൊഡക്ട്സ് ഡിമാൻഡ് ചെയ്യില്ലേ? ഉണ്ടാവും. അതാണ് പ്രശ്നം. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ്? ആളുകളുടെ കയ്യിൽ എന്താണ്? പൈസ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരാം. പക്ഷെ വീണ്ടും വീണ്ടും പൈസ എത്തിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തടയുന്നത്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇക്കണോമിക് ഗ്രോത്തിന്റെ ഒരു സിറ്റുവേഷൻ ആണ്. ആളുടെ കയ്യിൽ പൈസ ഉണ്ടാവും. ബട്ട് വീണ്ടും വീണ്ടും എഗെയിൻ പൈസ ഇഞ്ചെക്ട് ആവുകയാണെങ്കിലോ നമുക്ക് എവിടെ എത്തൂല. അപ്പൊ ആ ഒരു ഇഞ്ചെക്ട് ആവുന്ന ഇക്കണോമിയിലേക്ക് ആ ഒരു പൈസ ഇഞ്ചെക്ട് ആവുന്ന ആ സിറ്റുവേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടുമ്പോൾ എന്താണ്? ആളുകൾ ലോൺ എടുക്കില്ല. അപ്പോൾ അവരുടെ കയ്യിലേക്ക് വീണ്ടും പൈസ എത്തുന്നത് കുറയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും പൈസ എത്തുന്നത് നമ്മൾ ആദ്യം തടഞ്ഞു വെക്കണം. അത് തടഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇത് യൂസ് ചെയ്യുന്നത്, ബാങ്ക് റേറ്റ് യൂസ് ചെയ്യുന്നത്. അവരുടെ കയ്യിലുള്ള പൈസയെ വീണ്ടും അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിസിക്കൽ പോളിസിയിൽ ടാക്സ് കൂട്ടുന്നത്. ഈ ടാക്സ് കൂട്ടാന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? മണി സപ്ലൈ കുറയുന്നതാണ്. ടാക്സ് റേറ്റ് കൂട്ടുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? കൂടുതൽ പൈസ ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഉള്ള പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫിസിക്കൽ പോളിസിയിലൂടെ, ടാക്സ് റേറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. എന്നാൽ വീണ്ടും വീണ്ടും പോകുന്ന പൈസയെ തടയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോണിറ്ററി പോളിസി യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരൊറ്റ ടൂൾ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ ഒരു നമ്മുടെ മോണിറ്ററി പോളിസിയിൽ ബാങ്ക് റേറ്റ് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുക. SLR, CRR എല്ലാം നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഒരൊറ്റ ടൂൾ വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താണ്? ഡിമാൻഡ് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ടാക്സ് റേറ്റ് കൂട്ടാം. അതാണ് ഫിസിക്കൽ പോളിസിന്റെ ടൂൾ ആയിട്ട് വരുന്നത്. ടാക്സ് റേറ്റ് കൂട്ടുമ്പോൾ അവിടെ കയ്യിലെ ഇൻകം വീണ്ടും ഗവൺമെന്റിലേക്ക് എത്താണ് ചെയ്യുന്നത്. അപ്പൊ മണി സപ്ലൈ കുറയുമ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് കുറയും. ഇവിടെ വീണ്ടും അവരുടെ കയ്യിലേക്ക് വീണ്ടും മണി എത്തുന്നതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടുന്നത്, അതായത് ബാങ്ക് റേറ്റ് കൂട്ടുന്നത്. അപ്പോൾ വീണ്ടും അവരുടെ കയ്യിലേക്ക് മണി എത്തുന്നില്ല. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മണി എത്തുന്നത് നമ്മൾ എന്ത് ചെയ്തു? മോണിറ്ററി പോളിസിയിലൂടെ ബ്ലോക്ക് ചെയ്തു. പ്ലസ് ഒരു സൈഡിലൂടെ അവരുടെ കയ്യിലുള്ള പൈസയെ അബ്സോർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിസിക്കൽ പോളിസി ടൂളായിട്ടുള്ള ടാക്സ് റേറ്റ് ഇമ്പോസ് ചെയ്തു. അപ്പോൾ രണ്ട് പോളിസിയും കൂടിന്റെ എഫക്റ്റ് ആയിരിക്കണം എന്ത് ഉണ്ടാവേണ്ടത്? ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റിനെ കുറയ്ക്കേണ്ടത്. അപ്പോൾ ഓരോ ടൂൾസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് കേട്ടോ. ദെൻ മാർക്കറ്റ് എക്സ്പെക്ടേഷൻ, അതായത് the bank rate also influences the market expectation. If the business and the consumer expect the higher rates in the future, they may change their spending and the investment behavior accordingly. അതായത് ചില ബിസിനസ്മാൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വലൊക്കെ വിചാരിക്കും ഇപ്പൊ ബാങ്ക് റേറ്റ് കൂടി വരുന്നുണ്ട്, ഭാവിയിലേക്ക് വീണ്ടും കൂടിയാലോ എന്നുള്ളൊരു സിറ്റുവേഷനും അവർ ആലോചിക്കും. ഈ ഒരു എക്സ്പെക്ടേഷനും എന്ത് ചെയ്യാം? ചെറിയ തോതിൽ എന്ത് ചെയ്യാം? അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ആളുകളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സിന് എന്ത് ചെയ്യാം? ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ളതാണ്. സെക്കൻഡ് ടൂളാണ് നമ്മൾ CRR വർക്ക് ചെയ്യുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോ. സോ ബാങ്ക് റേറ്റിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓരോ റേറ്റും നമുക്ക് പഠിക്കണം കേട്ടോ. ഓക്കെ ആണ്. ബാക്കി രണ്ടാൾക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ശിവ ആൻഡ് സപ്ന, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, സപ്ന ഓക്കെ ആണോ? ഓക്കെ. ദെൻ സെക്കൻഡ് ടൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് CRR. CRR എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോം ആണ് ക്യാഷ് റിസർവ് റേഷ്യോ. എന്താണ് CRR നോക്കാം. ക്യാഷ് റിസർവ് റേഷ്യോ ഈസ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ബാങ്ക് ഡെപ്പോസിറ്റ് വിച്ച് ബാങ്ക് ആർ റിക്വയർഡ് ടു കീപ് വിത്ത് RBI ഇൻ ഫോം ഓഫ് റിസർവ് ആൻഡ് ദി ബാലൻസ്. എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എപ്പോഴും RBIന്റെ കയ്യിൽ റിസർവ് ആക്കി വെക്കണം. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്.
അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് റിസർവ് ആക്കി ഒരു ബാലൻസ് ആയിട്ട് എന്ത് ചെയ്യണം, ആർ ബിന്റെ കയ്യിൽ വെക്കണം. ഈ ഒരു വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, CRR എന്ന് പറയുന്നത്. ഹയർ ദ CRR വിൽ ദി ആർ ബി, ദ ലോവർ വിൽ ബി ദ ലിക്വിഡിറ്റി ഇൻ ദി സിസ്റ്റം ആൻഡ് ദ വൈസ് വേഴ്സ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ആർ ബി ഇസ് എംപവേർഡ് ടു വേരി CRR ബിറ്റ്വീൻ 15% to 3%. ഒരിക്കൽ നമ്മുടെ ഈ പെർസെൻറ്റേജിന്റെ കണക്കൊക്കെ വരുന്നുണ്ടാവുക 5, 3 ആ ഒരു ഇതിൻ്റെയൊക്കെ ഇടയിലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. സോ കഴിഞ്ഞ CUT എക്സാമിൽ ഇതിൽ ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ CRR, ബാങ്ക് റേറ്റ്, റിവേഴ്സ് റിപ്പോ, റിപ്പോ റൈറ്റ്, പിന്നെ SLR, ഈ റൈറ്റുകളുടെ മൂന്നിന്, ഈ ഒരു റൈറ്റിൽ ഈ 5 റൈറ്റിനെ എന്ത് ചെയ്യുക, അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിലാക്കാനാണ്. അപ്പോൾ ഈ റൈറ്റുകൾ എത്രയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചേക്കണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് കറന്റ് ഇതിന്റെ റൈറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇതിനെ അസെൻഡിങ് ആക്കുക അല്ലെങ്കിൽ ഡിസെൻഡിങ് ആക്കുക. ഒന്നെന്ന് പറയുന്നത് 6.7 ആയിരിക്കും, ഒന്നെന്ന് പറയുന്നത് 5.3 ആയിരിക്കും, ഒന്നെന്ന് പറയുന്നത് 2.1 ആയിരിക്കും. ഈ റേറ്റുകൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ അസെൻഡിങ് ആക്കാനും പറ്റില്ല, ഡിസെൻഡിങ് ആക്കാനും പറ്റില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ CUT എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഓക്കെ, ഈ റേഷ്യോ കോൺസ്റ്റന്റ് ആവാൻ മിസ്, ഇത് മാറ്റിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഓരോ ഇയർ വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിന്റെ വൈസ് ആയിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുന്നുണ്ടാവും, മാറ്റിക്കൊണ്ടിരിക്കുക. എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ പറയുന്നതൊന്നും നമ്മളൊരു തിയറി ആയിട്ട് പറയുന്നില്ല, ഇറ്റ്സ് എ പ്രാക്ടിക്കൽ സൈഡ്. ഇക്കണോമിയിൽ, നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ ഒരു ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് ആ റേറ്റിൽ മാറ്റം വരും, അല്ലെങ്കിൽ ഡിപ്രഷൻ വരുന്ന സമയത്ത് ആ റേറ്റിൽ മാറ്റം വരും. നമ്മുടെ നരസിംഹം കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, ഈ 1991 റിഫോംസ് കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഇതിലൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഈ CRR, SLRലൊക്കെ കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം ഇതിൽ ഓരോ ബാങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഓരോ ബാങ്കിലും വെച്ചിട്ട് ഈ ഒരു ഇതിൽ മാറ്റം വരാണെങ്കിൽ ഇക്കണോമിയിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഇക്കണോമിയിൽ എന്താണ് സിറ്റുവേഷൻ അതിനനുസരിച്ചിട്ടാണ് ഇത് മാറുക. ഇത് നമ്മൾ വെറുതെ തിയറി ആയിട്ട് പറഞ്ഞ പോലെ ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ആസ്പെക്ട്. അതായത് നരസിംഹം കമ്മിറ്റിന്റെ റെക്കമെൻഡേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് CRR ഇത്ര പെർസെൻറ്റേജ് ആക്കണം എന്നുള്ളത്. ആക്കിയാൽ മാത്രമേ ഇക്കണോമി ബൂസ്റ്റ് ആവുള്ളൂ. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ എക്സാമിന് പോകുന്നതിൻ്റെ തലേന്ന് എങ്കിലും എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ പോവാം കേട്ടോ. കാരണം ഇതിന് അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഒക്കെ ആക്കാൻ വരും. കഴിഞ്ഞ പ്രാവശ്യത്തെ ആയിരിക്കില്ല ഈ പ്രാവശ്യം ഉണ്ടാവുക. അപ്പോൾ അതെന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക കേട്ടോ. എപ്പോഴും ഒരു 15 and 3% ഇടയിലായിരിക്കും ലിമിറ്റ് ചെയ്യുന്നുണ്ടാവുക. കുറേ കൂട്ടിക്കഴിഞ്ഞാലും കുറേ കുറച്ച് കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം അതിനെപ്പോഴും എന്ത് ചെയ്യുക, ഒരു മിനിമം രീതിയിൽ എന്ത് ചെയ്യുക, നമ്മളത് കൊണ്ടുപോകുക. അതിനൊരു ബാലൻസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുപോകാം കേട്ടോ. ദെൻ ഇനി CRR, ഡിപ്രഷൻ ടൈമിൽ CRRന് എന്താ സംഭവിക്കാൻ നോക്കാം. CRR എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് നിർബന്ധമായിട്ടും നമ്മുടെ RBIയിൽ റിസർവ് ആക്കി വെക്കുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, CRR എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രഷനാണ് സിറ്റുവേഷൻ, അതായത് ഇക്കണോമിയിൽ ഇപ്പം എന്താണ്, ഭയങ്കര അൺഎംപ്ലോയ്മെന്റ് ആണ്, പോവേർട്ടി ആണ്, ആ ഒരു സിറ്റുവേഷൻ ആണ് ഇക്കോണമി ഫേസ് ചെയ്യുന്നത്. അപ്പോൾ CRRൽ എന്താ മാറ്റം വരുന്നത് നോക്കാം. എന്താണ് നമ്മുടെ പേർപ്പസ്, എന്താ ഡിപ്രഷൻ ആവുന്ന സിറ്റുവേഷനിൽ, ടു എൻഹാൻസ് ദ ലിക്വിഡിറ്റി ഇൻ ദി ബാങ്കിങ് സിസ്റ്റം. എൻഹാൻസ് ദ ലിക്വിഡിറ്റി ഇൻ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ലിക്വിഡിറ്റി എൻഹാൻസ് ചെയ്യാന്ന്, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ലിക്വിഡിറ്റി എൻഹാൻസ് ചെയ്യാന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം, ആളുകളിലേക്ക് പബ്ലിക്കിലേക്ക് പൈസ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രഷൻ സിറ്റുവേഷനിൽ എന്താണ് നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്, എന്തായിരിക്കണം, ടു എൻഹാൻസ് ദ ലിക്വിഡിറ്റി ഇൻ ദി ബാങ്കിങ് സിസ്റ്റം ആണ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പൈസ കൊടുക്കാൻ പറ്റണം. ഇമ്പാക്റ്റ് എന്തായിരിക്കും, ഡിപ്രഷൻ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, CRR കുറയ്ക്കുകയാണ് ചെയ്യുക. ഇമ്പാക്റ്റ് എന്തായിരിക്കും, വെൻ ദ സെൻട്രൽ ബാങ്ക് ലോവേഴ്സ് ദ CRR, ബാങ്ക് ആർ റിക്വയർഡ് ടു ഹോൾഡ് ദ ലെസ് money in reserve. This increase in the amount of the fund available for the banks to lend the business and the consumers. അതായത് ഡിപ്രഷൻ സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത്, RBI പറയാണ് CRR നമുക്ക് കുറയ്ക്കുക. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് RBIയിൽ വെക്കുന്ന ആ ഒരു റിസർവിന്റെ എമൗണ്ട് എന്ത് ചെയ്യുക, കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആര് പറയാണ്, നമ്മുടെ RBI പറയാണ്. CRR എന്ന് പറയുന്നത് 8% അല്ലെങ്കിൽ 3%, 5% ആയിരിക്കും. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ കിട്ടുന്ന മൊത്തം ക്രെഡിറ്റിന്റെ മൊത്തം അവരുടെ കയ്യിലുള്ള ആ ഒരു എമൗണ്ടിന്റെ 8% CRR ആയിട്ട് വെക്കണം, അല്ലെങ്കിൽ 5% CRR ആയിട്ട് വെക്കണം. ഇങ്ങനെയാണ് എന്ത് പറയാ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിലവിൽ ഇപ്പോൾ 8% ആണ് CRR ആയിട്ട് വെക്കുന്നതെങ്കിൽ മൊത്തം കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കൈമുള്ള ഫണ്ടിന്റെ ഒരു 8% ആണ് നമ്മുടെ RBIന്റെ കയ്യിൽ നിർബന്ധമായിട്ടും വെക്കേണ്ടതെങ്കിൽ ഡിപ്രഷൻ സിറ്റുവേഷനിൽ നമ്മുടെ RBI എന്ത് ചെയ്യും, ആ 8% എന്നുള്ളത് ഒരു 5% ആക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, കൊമേഴ്ഷ്യൽ ബാങ്കിന് ചെറിയൊരു എമൗണ്ട് മാത്രം എവിടെ വെച്ചാൽ മതി, നമ്മുടെ RBIന്റെ കയ്യിൽ റിസർവ് ആക്കി വെച്ചാൽ മതി. ദാറ്റ് മീൻസ്
ആ ഒരു 5% വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആ ഒരു 3% ആർക്കാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽസിനും ബിസിനസ്മാനും എന്ത് ചെയ്യാൻ പറ്റും, ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതായത് നമ്മുടെ പബ്ലിക്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എമൗണ്ട് കൊടുക്കാൻ പറ്റും. റിസർവ് ആക്കി വെക്കണ്ട, അത് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ പറ്റും. എന്താ സംഭവിക്കാം? The additional liquidity can stimulate the borrowing and spending, encouraging the investment and the consumption. എന്താണ്, റിസർവ് കുറച്ചാക്കി വെച്ചാൽ മതി. ദാറ്റ് മീൻസ് ആ 3% എക്സ്ട്രാ ആർക്ക് കിട്ടാണ്, കൊമേഴ്ഷ്യൽ ബാങ്കിന് കിട്ടാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താ തിങ്ക് ചെയ്യുക, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർക്കും നമ്മുടെ കൺസ്യൂമേഴ്സ് ഒക്കെ പുറത്ത് എന്താണ് വെയിറ്റിംഗ് ആണ് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിനെ സംബന്ധിച്ചുള്ള റിസർവ് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ എനിക്ക് വീണ്ടും എന്താണ് ലോൺ കൊടുക്കാൻ വേണ്ടി കുറച്ചും കൂടെ എമൗണ്ട് എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യാണ്, കൂടുതൽ ലോൺ എന്ത് ചെയ്യാണ്, പുറത്തേക്ക് കൊടുക്കുകയാണ്. കൂടുതൽ പൈസ പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ ഒരു ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, അത് ലോണാക്കി എടുത്തിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും. കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും, അവരുടെ ഡേ ടു ഡേ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അത് എടുക്കും. ദെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു, അറ്റ് ദ സെയിം ടൈമിൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു, ദെൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടുന്നു, ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നു, വീണ്ടും അവർക്ക് ജോലി കിട്ടും, വീണ്ടും ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നു, ബൂസ്റ്റ് ആവുന്നു. ദിസ് ഇസ് എ ക്രൂഷ്യൽ ഇൻ ഡിപ്രഷൻ വെർ ദ ഇക്കണോമിക് ആക്ടിവിറ്റി ലോ ആൻഡ് ദി കോൺഫിഡൻസ് ഈസ് വീക്കെൻഡ്. അതായത് നമ്മുടെ ഡിപ്രഷന്റെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് വളരെ ലോ ആണ്, നമ്മുടെ കോൺഫിഡൻസ് പുതിയതായിട്ട് റിട്ടേൺ കിട്ടും എന്നുള്ളത്. ഈ ഒരു സമയത്താണ് നമ്മുടെ RBI പറയുന്നത്, നെറ്റ് ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. ഓക്കെ ഓക്കെ അപ്പൊ ഈ ഒരു സമയത്താണ് RBI പറയുന്നത് എന്താണ്, CRR കുറച്ച് മതി, എനിക്ക് റിസർവ് ആയിട്ട് കുറച്ച് മതി, കുറച്ച് എമൗണ്ട് കൂടി നീ എടുത്തോ. കൊമേഴ്ഷ്യൽ ബാങ്കിന് പറയാം കുറച്ച് എമൗണ്ട് കൂടി എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യുക, ആളുകൾക്ക് എന്ത് ചെയ്യുക, ലോൺ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ആളുകളുടെ കയ്യിലേക്ക് മണി സപ്ലൈ കൂടുമ്പോൾ അവർ കൂടുതൽ ഡിമാൻഡ് ചെയ്യും, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി നോക്കും, കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ബൂസ്റ്റ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്തു, ഡിപ്രഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ സോൾവ് ചെയ്തു. എന്തിലൂടെ, CRR കുറച്ചതിലൂടെ. ഈ ഒരു പോയിന്റ് ക്ലിയർ ആണോ? ഇത് ഓക്കെ ആണോ? എനി ഡൗട്ട്? യെസ്. ഹർഷാന? യെസ്. സഫ്ന? നിങ്ങൾക്ക് പ്രശ്നമൊന്നും, ഞാൻ റിപ്പീറ്റ്ലി ഞാൻ പറഞ്ഞുതരട്ടെ, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ദെൻ ഇൻഫ്ലേഷൻ സമയത്ത് എന്താ സംഭവിക്കുക, CRR നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രഷൻ സമയത്ത് നമ്മൾ CRR കുറച്ചു. അപ്പൊ ഇൻഫ്ലേഷൻ സമയത്ത് CRR പറയൂ, ഇൻക്രീസ് ചെയ്യും. എങ്ങനെയായിരിക്കും, CRR ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ RBI പറയാണ് എന്താണ്, ഈ ഇപ്പൊ എന്താണ്, ആദ്യം 8% ആയിരുന്നു CRR. ഇപ്പൊ ഇക്കണോമി നല്ല ഇൻഫ്ലേഷൻ ഉണ്ട്, ആളുകളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, ഇനിയും പൈസ പോവാന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ പൈസ പോകുന്നത് തടയണം. അപ്പൊ എന്ത് ചെയ്യണം, ഈ ലോൺ ആയിട്ട് കൊടുക്കുന്ന പൈസ എന്ത് ചെയ്യണം, തടയണം. ആ പൈസ തടയണേ എന്ത് ചെയ്യണം, നിന്റെ കയ്യിൽ റിസർവ് തടയണം. റിസർവ് തടയണമെങ്കിൽ എന്ത് ചെയ്യണം, നീ എന്റെ പക്കൽ കൂടുതൽ റിസർവ് ആയിട്ട് സൂക്ഷിക്കണം. സോ CRR 8%-ൽ നിന്ന് എന്താവും, ഒരു 10% ആയിട്ട് ആര് കൂട്ടാം, RBI കൂട്ടാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇൻഫ്ലേഷൻ സമയത്ത് എന്ത് ചെയ്യും, CRR നമ്മൾ കൂട്ടും. സോ നമ്മുടെ പർപ്പസ് എന്താ, ഇൻഫ്ലേഷൻ സമയത്ത് ടു കൺട്രോൾ ദ മണി സപ്ലൈ ആൻഡ് ദ കർവ് പറയുള്ളൂ. സോ ഇമ്പാക്ട് എന്താണ്, CRR കൂട്ടിക്കഴിഞ്ഞാൽ ബൈ റൈസിംഗ് ദ CRR ദ സെൻട്രൽ ബാങ്ക് റിക്വയർഡ് ടു ബാങ്ക് ടു ഹോൾഡ് ദ ലാർജർ പോർഷൻ ഓഫ് ദെയർ ഡെപ്പോസിറ്റ് ആസ് റിസർവ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ കിട്ടുന്ന ആ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, പുറമെ നിന്ന് കിട്ടുന്ന ഡെപ്പോസിറ്റിന്റെ ലാർജ് പോർഷൻ എന്ത് ചെയ്യാണ്, നമ്മുടെ RBI കൊണ്ടിട്ട് റിസർവ് ആക്കി വെക്കാണ്. ആദ്യം ഒരു 8% ആയിരുന്നു, അല്ലെങ്കിൽ ആദ്യം ഒരു 5% ആയിരുന്നു. അത് എന്ത് ചെയ്യാണ്, ഒരു 8%-ൽ ഒരു 10% ആക്കുന്ന സമയത്ത് വലിയൊരു എമൗണ്ട് എന്ത് ചെയ്യാണ്, മൊത്തം ഡെപ്പോസിറ്റിന്റെ ഒരു 8% റിസർവ് ആക്കി വെക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് എന്ത് ചെയ്യാണ്, കൊമേഴ്ഷ്യൽ ബാങ്കിന് നഷ്ടമാണ്. ദിസ് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ദി മണി അവൈലബിൾ ഫോർ ലെൻഡിങ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്, അവരുടെ കയ്യിലുള്ള മണി കുറയല്ലേ റിസർവ് ആക്കി കൂടുതൽ വെക്കുമ്പോൾ, അപ്പോൾ അവർക്ക് ലെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. റിസൾട്ട് എന്താ സംഭവിക്കുക, വിത്ത് ലെസ് മണി ടു ലെൻഡ് ബാങ്ക് മേ ഇൻക്രീസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് വിച്ച് ക്യാൻ help to reduce the consumer spending and the investment. This is can help to cool down and the overheating economy and bring in inflation under the control. എന്താ സംഭവിക്കുന്നത്, ഈ ഒരു സമയത്ത് കുറച്ച് മാത്രം എമൗണ്ട് ആർക്കുള്ളൂ, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിലുള്ള. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും, അതിന് മുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും, ഇൻക്രീസ് ഇൻ ദി ഇൻട്രസ്റ്റ് റേറ്റ്. ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാന്ന് പറയുമ്പോൾ പുറമേ ഉള്ളൊരു പ്രൊഡ്യൂസറോ പുറമേ ഉള്ളൊരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യില്ല, ആ ഒരു പൈസ ലോൺ എടുക്കാൻ പോകില്ല. കാരണം ഇപ്പം എന്തെങ്കിലും കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം. കാരണം എന്താണ്, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിലുള്ള പൈസ കുറവാണ്. എന്തുകൊണ്ട് പൈസ കുറഞ്ഞു, CRR കൂട്ടി. കൊമേഴ്ഷ്യൽ ബാങ്കിനോട് നമ്മുടെ RBI പറയാണ് എൻ്റെ കയ്യിൽ എന്ത് ചെയ്യണം, റിസർവ് ആക്കി വെക്കണം എന്ന്. അപ്പോൾ അവിടെ കയ്യിലുള്ള നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിലുള്ള റിസർവ് കുറഞ്ഞപ്പോൾ
ഇപ്പം ഇക്കണോമിയിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ട് ആര് കൂട്ടി, കൊമേഴ്ഷ്യൽ ബാങ്ക് കൂട്ടി. അപ്പൊ ആര് ലോൺ എടുക്കില്ല, പുറമേയുള്ള ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽസോ എന്ത് ചെയ്യില്ല, ലോൺ എടുക്കില്ല. ലോൺ എടുക്കില്ല എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ കയ്യിലുള്ള മണി സപ്ലൈ കുറയാണ്. മണി സപ്ലൈ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, അവർ വീണ്ടും ഡിമാൻഡ് ചെയ്യുന്നത് കുറയ്ക്കാണ്. ഡിമാൻഡ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് ഡിമാൻഡ് അവിടെ വർക്കിംഗ് ആവും. എന്ത് ചെയ്യും, ഡിമാൻഡ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, അവർ വീണ്ടും പ്രൈസ് ലെവൽ കുറയ്ക്കും എന്നുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, ഇൻഫ്ലേഷനെ സോൾവ് ചെയ്തു. ഇത് ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്ത ടൂളിലേക്ക് പോകണം. ഓക്കെ മാത്സ്, ദെൻ അതേഴ്സ്. ഓക്കെ യെസ്. ഇനി അടുത്തത് വരുന്നത് SLR ആട്ടോ. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടല്ലേ, ഒരു ഫ്ലോയിൽ വന്നതായിരുന്നു. ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞ സെയിം കാര്യമാണ്. റിസർവ് റിക്വയർമെന്റ് ആണ്. ബാങ്ക്സ് മസ്റ്റ് മെയിൻറ്റെയിൻ ദ സ്പെസിഫിക് പെർസെൻറ്റേജ് ഓഫ് ദർ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്. ദാറ്റ് മീൻസ് ഡെപ്പോസിറ്റ് ആസ് ക്യാഷ് റിസർവ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന് കിട്ടുന്ന ഡിമാൻഡ് ആയിട്ടും ടൈം കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു പെർസെൻറ്റേജ് മസ്റ്റായിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, റിസർവ് ആക്കി വെക്കണം. RBIന്റെ കയ്യിൽ റിസർവ് ആക്കി വെക്കണം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, CRR എന്ന് പറയുന്നത്. ദിസ് പെർസെൻറ്റേജ് ഈസ് ഡിറ്റർമിൻ ബൈ ദ സെൻട്രൽ ബാങ്ക്. ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരായിരിക്കും, സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ലിക്വിഡിറ്റി മാനേജ്മെന്റ് ബൈ സെറ്റിംഗ് ദ CRR, സെൻട്രൽ ബാങ്ക് കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ദി മണി ദാറ്റ് ബാങ്ക് ക്യാൻ ലെൻഡ്. എത്രത്തോളം ആ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് പുറത്തേക്ക് മണി ലെൻഡ് ചെയ്യാൻ പറ്റും, അതിനെ കൺട്രോൾ ചെയ്യാൻ ആർക്ക് പറ്റും, കൊമേഴ്ഷ്യൽ ബാങ്കിന്, സോറി, RBIക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ എന്തിലൂടെ, ഈ CRRലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ ഹയർ ദ CRR മീൻസ് ദ ബാങ്ക് ഹാവ് ദ ലെസ് മണി ടു ലെൻഡ് ആൻഡ് വിച്ച് ക്യാൻ ഹെൽപ്പ് ടു കൺട്രോൾ ദ ഇൻഫ്ലേഷൻ. ആൻഡ് കൺവേഴ്സ്ലി ദ ലോവർ CRR increases the fund to available for the lending, potentially stimulate the economic activities. Interest earning. The reserve held with the central bank the typically earn the little or no interest. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ CRR എന്ന് പറയുന്നത്. എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു എമൗണ്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ RBIന്റെ കയ്യിൽ റിസർവ് ആക്കി വെക്കുന്നല്ലേ. ഈ റിസർവ് ആക്കി വെക്കുന്നതിന് RBI എന്ത് ചെയ്യുന്നില്ല, കൊമേഴ്ഷ്യൽ ബാങ്കിന് ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള എന്താ പറയുക, ലാഭമില്ലാത്തൊരു കച്ചവടമാണ് ആര് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് ഇഷ്ടാവോ ഈ RBIയിൽ കൊണ്ട് ഇത്രയും റിസർവ് വെക്കുന്നത്? ഒരിക്കലില്ല. കൊമേഴ്ഷ്യൽ ബാങ്ക് എപ്പോഴും ആഗ്രഹിക്കുക എന്താണ്, കൂടുതൽ പൈസ വേണം, കൂടുതൽ ആളുകൾക്ക് ലോൺ കൊടുക്കണം, ലോൺ എടുത്താൽ എനിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുള്ളൂ. ഈ CRR എന്ന് പറയുന്നത് എന്താണ്, ഒരു തരത്തിൽ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാത്തൊരു സാധനം. അപ്പോൾ എന്താണ്, ഇത് സംബന്ധിച്ചോളം നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിനെ സംബന്ധിച്ചോളം എന്താണ്, ഒരു നഷ്ടക്കച്ചവടമാണ് ഈ CRR കൂട്ടാന്ന് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ ഹൈ CRR ക്യാൻ റെഡ്യൂസ് ദ ബാങ്ക്സ് പ്രോഫിറ്റബിലിറ്റി. ഓഫ് കോഴ്സ് എന്താണ്, ഒരു RBIന്റെ കയ്യിൽ കൊണ്ടിട്ട് കുറേ CRR വെക്കാന്ന് പറയുമ്പോൾ എന്താണ്, പുറത്തേക്ക് ലോണ് കൊടുക്കുന്നത് കുറയ്ക്കാണ്. അപ്പോൾ എന്താണ്, അതിലൂടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആർക്ക് കിട്ടുന്നില്ല, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് കിട്ടുന്നില്ല. അപ്പോൾ എന്താണ്, ഇത് ബാങ്കിന്റെ പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആസ് മോർ ഫണ്ട് ആർ ടൈഡ് അപ്പ് ആൻഡ് നോട്ട് അവൈലബിൾ ഫോർ ദി ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ലെൻഡിങ്. എങ്ങനെയാണ്, ഒരേതിൽ ഇൻവെസ്റ്റ്മെന്റിന് അതുപോലെ തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, ലെൻഡ് ചെയ്യുന്നില്ല കൊമേഴ്ഷ്യൽ ബാങ്ക്. അതുവഴി എന്ത് ചെയ്യുന്നില്ല, ഒരു ഇൻട്രസ്റ്റ് റേറ്റും കിട്ടുന്നില്ല. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിനെ സംബന്ധിച്ചോളം ഇതെന്താണ്, ഒരു നഷ്ടക്കച്ചവടമാണ് ഈ റിസർവ് ആയിട്ട് കുറേ വെക്കുക എന്ന് പറയുന്നത്. പക്ഷെ റിസർവ് ആക്കി വെക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇക്കണോമിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കറിയാം യുദ്ധങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇപ്പോൾ കൊറോണൻ്റെ സിറ്റുവേഷൻ ഒക്കെ വന്നില്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ്, നമ്മൾ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക എന്തായിരിക്കും അറിയാം, ഈ റിസർവ് ആക്കി വെച്ച എമൗണ്ട് ആയിരിക്കും. ഈ റിസർവ് നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോഴൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റോള് വരുന്നുണ്ടാവുക കേട്ടോ. വെറുതെ ഒന്നും അങ്ങനെ വെക്കാൻ പറയില്ല, കമ്പൾസറി വെക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മീറ്റ് ചെയ്യാൻ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ സേവ് ചെയ്ത് വെക്കാന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക് സേവ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു CRR എന്ന് പറയുന്നത്. സോ ഇമ്പാക്ട് ഓൺ ലെൻഡിങ്, ചേഞ്ച് ഇൻ ദ CRR ക്യാൻ ഡയറക്ട്ലി എഫക്ട് ദ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ദി ക്രെഡിറ്റ്. വെൻ ദ CRR ഈസ് റൈസ്ഡ്, ബാങ്ക് മേ ഇൻക്രീസ് ദ ലോൺ റൈറ്റ്സ്, become more selective in lending, which can slow economic activities. Regulatory complaints. Bank must comply with the CRR requirements, and failure to do so can result in the penalties from the central bank. അതായത് ഈ CRR വെച്ചിട്ടില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അവിടെ എന്താണ്, പെനാൽറ്റി കൊടുക്കണം, ഒരു ഫൈൻ എന്തായാലും കൊടുക്കണം. അതായത് നമ്മുടെ RBI പറയാണ് കൊമേഴ്ഷ്യൽ ബാങ്കിനോട്, ഈ ഒരു സിറ്റുവേഷനിൽ നീ ഇത്ര CRR എൻ്റെ കയ്യിൽ വെച്ചിട്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് നീ എന്ത് ചെയ്യണം, അതിന് മുകളിലൊരു ഫൈൻ ഈ
കൊടുക്കണം, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് അതിന്റെ മുകളിൽ ഒരു പെനാൽറ്റി നീ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പൊ അതാണ്, ഇതൊരു മാൻഡറ്ററി ആണ്. നിർബന്ധമായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യണം, ഒരു CRR RBI പറയുന്ന പെർസെൻറ്റേജിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, വെക്കണം. അപ്പൊ ഇക്കണോമിക് കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും RBI ചെയ്യുന്നുണ്ടാവുക. ഫൈൻ ഇൻക്രീസ് ആവോ എന്നുള്ളത് ജസ്റ്റ് ഞാനത് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതിന്റെ എന്താന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ഫൈൻ കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് ഫൈനിന്റെ മുകളിൽ ഫൈൻ വരുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ എന്ത് ചെയ്യും, ഒരു ഫൈൻ എന്തായാലും നമ്മൾ കൊടുക്കണം. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിനോട് RBI പറയുന്ന സമയത്ത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻ കൊടുക്കണം. പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻ കൊടുക്കണം. പ്ലസ് CRR വെക്കും വേണം, അതിന്റെ ഒരു ഫൈനും കൊടുക്കേണ്ടി വരും. അങ്ങനെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. ദെൻ SLR കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നിർത്താം, ഇപ്പോൾ കുറച്ച് ടൈം ആയല്ലോ. ദെൻ SLRന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, CRR എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, കൊമേഴ്ഷ്യൽ ബാങ്ക് നിർബന്ധമായിട്ടും RBIന്റെ കയ്യിൽ റിസർവ് ആക്കി വെക്കുന്ന മണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, CRR എന്ന് പറയുന്നത്. SLR എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് സ്വന്തം കയ്യിൽ റിസർവ് ആക്കി വെക്കേണ്ട മണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, SLR എന്ന് പറയുന്നത്. അത് മാത്രം ആലോചിച്ച് വെക്കാം. അതായത് CRRും SLRും മാറരുത്. രണ്ടിന്റെയും ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് റിസർവ് ആക്കി വെക്കുക എന്നുള്ളതാണ്. CRR എന്ന് പറയുന്നത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് RBIന്റെ കയ്യിൽ നിർബന്ധമായിട്ട് വെക്കേണ്ട ഒരു റിസർവിനാണ് നമ്മൾ CRR എന്ന് പറയുന്നത്. SLR എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് സ്വന്തം ബാങ്കിൽ തന്റെ കൈവശം വെക്കേണ്ട ഒരു റിസർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, SLR എന്ന് പറയുന്നത്. ദ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഈസ് എ റെഗുലേഷൻ സെറ്റ് ബൈ ദ സെൻട്രൽ ബാങ്ക് ദാറ്റ് റിക്വയർ എ കൊമേഴ്ഷ്യൽ ബാങ്ക് ടു മെയിൻറ്റെയിൻ എന്ന് പറയുമ്പോൾ സ്വന്തം കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ദെയർ നെറ്റ് ഡിമാൻഡ് അറ്റ് ദ ടൈം ലയബിലിറ്റീസ് ഇൻ ദി ഫോം ഓഫ് ലിക്വിഡ് ക്യാഷ്, ഗോൾഡ് ഓർ അതർ സെക്യൂരിറ്റീസ്. അതായത് ബാങ്കിന്റെ കയ്യിൽ എന്തുണ്ടാവാം, ഗോൾഡ് ഉണ്ടാവാം, സെക്യൂരിറ്റീസ് ഉണ്ടാവാം, ക്യാഷ് ഉണ്ടായിരിക്കാം. അപ്പൊ ഈ സാധനങ്ങളൊക്കെ എന്ത് ഉണ്ടായിരിക്കും, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ RBI പറയുകയാണെന്നാണ്, ഇത്ര പെർസെൻറ്റേജ് ഓഫ് എന്താണ് ആ ഒരു NDTL നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ റിസർവ് ആക്കി വെക്കണം. RBIന്റെ കയ്യിലല്ല, കൊമേഴ്ഷ്യൽ ബാങ്ക് സ്വന്തം കയ്യിൽ റിസർവ് ആക്കി വെക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, SLR എന്ന് പറയുന്നത്. സെൻട്രൽ ബാങ്ക് അഡ്ജസ്റ്റ് ദ SLR ആസ് എ പാർട്ട് ഓഫ് ദെയർ മോണിറ്ററി പോളിസി ടു കൺട്രോൾ ദ മണി സപ്ലൈ. ഓഫ് കോഴ്സ് എന്ത് ചെയ്യാണ്, മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ മെയിൻ 2 പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ അസറ്റ് ആയിട്ട് വരുന്നത് എന്തൊക്കെ റിസർവ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അതിൽ ക്യാഷ് വരും, ഫിസിക്കൽ ക്യാഷ് നമുക്ക് എന്ത് ചെയ്യാം, ഹെൽഡ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് വരും, വാല്യൂഡ് അറ്റ് ദ മാർക്കറ്റ് റേറ്റ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ SLR ആയിട്ട് വെക്കണം. അതായത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിനെ സംബന്ധിച്ചോളം ഒരുപാട് സാധനങ്ങൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ തന്നെ ക്യാഷ് ഉണ്ടായിരിക്കും, ഗോൾഡ് ഉണ്ടായിരിക്കും, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ നമ്മുടെ RBI പറയാണ്, ഇതിന്റെയൊക്കെ തന്നെ ഒരു റിസർവ് ആയിട്ട് ഇത്ര പെർസെൻറ്റേജ് എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങൾ റിസർവ് ആക്കി വെക്കണം. ഇതിനാണ് നമ്മൾ SLR എന്ന് പറയാം. ദെൻ ആ 2 പോയിന്റിനല്ലേ ഞാൻ സ്കിപ്പ് ചെയ്ത്, ഈ 2 പോയിന്റാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ദെൻ ഡിപ്രഷന്റെ സമയത്ത് എന്താ സംഭവിക്കുക, ഡിപ്രഷന്റെ സമയത്ത് SLR എന്ത് ചെയ്യും, എനിവൺ, ഡിപ്രഷന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, SLR ഡിപ്രഷന്റെ സമയത്ത് SLR, അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് സ്വന്തം കയ്യിൽ വെക്കേണ്ട റിസർവിനാണ് നമ്മൾ SLR എന്ന് പറയുന്നത്. ഡിപ്രഷൻ സമയത്ത് നമ്മൾ SLR എന്ത് ചെയ്യും, എന്നെ ഐഡിയ? ഡിപ്രഷൻ സമയത്ത് നമ്മൾ മറ്റേതില്ലേ, നമ്മുടെ CRR എന്താ ചെയ്തത്, അതേപോലെ തന്നെ ആയിരിക്കും, ഡിക്രീസ് ചെയ്യും. ഡിപ്രഷൻ സമയത്ത് ഡിക്രീസ് ചെയ്യേ, ആ ശരിയല്ലേ, ഡിക്രീസ് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. ഡിപ്രഷന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോറി, എനിക്ക് മാറിപ്പോയതാ. ഡിപ്രഷന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുക. ഡിക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, സ്വന്തം കയ്യിൽ വെക്കുന്ന റിസർവ് എന്ത് ചെയ്യാണ്, കുറയ്ക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റെഡ്യൂസിങ് SLR, അതായത് പേർപ്പസ് എന്താണ് ഡിപ്രഷൻ സമയത്ത്, ടു എൻഹാൻസ് ദ ലെൻഡിങ് കപ്പാസിറ്റി ഓഫ് ബാങ്ക് ആണ്. ലെൻഡിങ് കപ്പാസിറ്റി കൂട്ടാന്ന് പറയുമ്പോൾ ആളുകളിലേക്ക് പൈസ എത്തിക്കഴിഞ്ഞാൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടാവുള്ളൂ, അവർ ഇക്കണോമിക് ഗ്രോത്തിലേക്ക് പോവുള്ളൂ. അപ്പൊ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം, ഡിപ്രഷൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, SLR കുറയ്ക്കണം. എന്തിനു വേണ്ടിയിട്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക് കൂടുതൽ ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. സോ ഇമ്പാക്ട് എന്താണ്, വെൻ ദ സെൻട്രൽ ബാങ്ക് ലോവർ ദ SLR, ബാങ്ക്സ് ആർ റിക്വയർഡ് ടു ഹോൾഡ് ദ ലെസ് ഇൻ ലിക്വിഡിറ്റി അസെറ്റ്. എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഡിപ്രഷന്റെ സിറ്റുവേഷനിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത് കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്ക് പറയാണ് ആരോട്, സോറി, കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ല, റിസർവ് ബാങ്ക് ആണ് എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് പറയാണ് ആരോട്, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിനോട് പറയാണ്, നിങ്ങളുടെ SLR നിങ്ങൾ കുറയ്ക്കണം. അതായത് സ്വന്തം കയ്യിൽ റിസർവ് ആക്കി വെക്കുന്ന ആ ഒരു എമൗണ്ടിനെ നിങ്ങൾ കുറച്ചിട്ട് കൂടുതൽ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആളുകളിലേക്ക് ലെൻഡ് ചെയ്യണം. ആളുകൾക്ക് കൂടുതൽ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം,
പുറത്തേക്ക് ലോൺ ആക്കി കൊടുക്കണം. ലോൺ ആക്കി കൊടുത്താൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, അവിടെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ഉണ്ടാവുള്ളൂ, അവിടെ ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുള്ളൂ, എങ്കിൽ മാത്രമേ ഇക്കണോമി ഗ്രോ ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡിപ്രഷൻ സമയത്ത് നമ്മുടെ SLR നമ്മൾ കുറയ്ക്കും. സോ വെൻ ദ സെൻട്രൽ ബാങ്ക് ലോവർ ദ SLR, ദ ബാങ്ക്സ് ആർ റിക്വയർഡ് ടു ഹോൾഡ് ദ ലെസ് ഇൻ ലിക്വിഡിറ്റി അസറ്റ്. അവർ ഹോൾഡ് ചെയ്യുന്നത് കുറയ്ക്കും. ദിസ് ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ദ ഫണ്ട് അവൈലബിൾ ഫോർ ബാങ്ക്സ് ടു ലെൻഡ് ദ കൺസ്യൂമർ ആൻഡ് ദി ബിസിനസ്മാൻ. ബിസിനസ്മാൻസിനും കൺസ്യൂമേഴ്സിനും എന്ത് ചെയ്യാം, കൂടുതൽ എമൗണ്ട് ലോൺ എടുക്കാൻ പറ്റും. റിസൾട്ട് എന്താ സംഭവിക്കുക, ദ അഡീഷണൽ ലിക്വിഡിറ്റി എൻകറേജ് ദ ബോറോയിങ് ആൻഡ് ദ സ്പെൻഡിങ് വിച്ച് ക്യാൻ സ്റ്റിമുലേറ്റ് ദ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. This is crucial during a depression when the demand is low and the economic growth is stern. എന്താ സംഭവിക്കുന്നത്, ഒരു ഡിപ്രഷൻ സിറ്റുവേഷനിൽ ഡിമാൻഡ് ലോ ആണ്, ഇക്കണോമിക് ഗ്രോ വളരെ സ്റ്റാഗ്നന്റ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിനോട് നമ്മുടെ RBI പറയാണ്, നിന്റെ SLR നീ കുറയ്ക്കണം, നീ നിന്റെ കയ്യിൽ റിസർവ് ആക്കി വെക്കുന്നത് കുറച്ചുകൊണ്ട് ആളുകൾക്ക് കൂടുതൽ ലോൺ കൊടുക്കാനുള്ള ഒരു അവൈലബിലിറ്റി നീ ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ആളുകൾ കൂടുതൽ ലോൺ എടുക്കുകയാണ്, പിന്നെ ഇൻഡിവിജ്വൽസും ബിസിനസ്മാൻസ് ഒക്കെ ലോൺ എടുക്കുകയാണ്. ബിസിനസ്മാൻ എന്ത് ചെയ്യാണ്, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യാണ്. പ്ലസ് ആളുകൾ എന്ത് ചെയ്യാണ്, അവരുടെ സ്പെൻഡ് ചെയ്യണം, അവരുടെ ഡേ ടു ഡേ ഡിമാൻഡ് മീറ്റ് ചെയ്യണം. അപ്പൊ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഈ ഒരു ഡിപ്രഷൻ സിറ്റുവേഷനിൽ അവർക്ക് എവിടെന്നെങ്കിലും പൈസ കിട്ടിയാൽ മതി. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവരെന്ത് ചെയ്യാണ്, ആ ലോൺ എടുക്കാണ്. അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂടാണ്. പ്ലസ് എന്താ സംഭവിക്കുന്നത്, ഇക്കണോമിയിൽ എന്തുണ്ടാവാണ്, ഇക്കണോമിക് ആക്ടിവിറ്റീസ് റൺ ചെയ്യുമ്പോൾ ആ ഒരു ഡിപ്രഷൻ സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യാണ്, സോൾവ് ചെയ്ത് നമ്മൾ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാണ്. ആൻഡ് ഡ്യൂറിങ് ദ ഇൻഫ്ലേഷൻ SLR നമ്മൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിനോട് RBI പറയാണ്, നീ റിസർവ് ആക്കി വെക്കുന്നത് കുറച്ച് കൂട്ടിക്കോ, ആളുകൾക്ക് പൈസ കൊടുക്കുന്നത് നീ നിർത്തിക്കാള്, അല്ലെങ്കിൽ ആളുകൾക്ക് പൈസ കൊടുക്കുന്നത് നീ കുറച്ചാണ്, നീ റിസർവ് ആക്കി എത്ര വേണമെങ്കിൽ നീ കൂട്ടി വെച്ചോ എന്നുള്ളത്. ഇതിനാണ് നമ്മൾ എന്ത് പറയാ, ഇൻഫ്ലേഷൻ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, SLR നമ്മൾ കുറയ്ക്കുകയാണ്. പേർപ്പസ് എന്താ, ടു കൺട്രോൾ ദി ഇൻഫ്ലേഷൻ ആൻഡ് റെഡ്യൂസ് ഇൻ ദ മണി സപ്ലൈ. ഇൻഫ്ലേഷൻ കുറയ്ക്കുക, മണി സപ്ലൈ കുറയ്ക്കുക. മണി സപ്ലൈ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് SLR നമ്മൾ കുറയ്ക്കുന്നത്. സോറി, SLR നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. SLR ഇൻക്രീസ് ചെയ്യുമ്പോൾ അവൈലബിലിറ്റി ഓഫ് ലോൺ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്, ആളുകളിലേക്ക് പൈസ എത്തുന്നത് കുറയുന്നുണ്ട്, മണി സപ്ലൈ കുറയുന്നുണ്ട്. മണി സപ്ലൈ കുറയാന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ എന്താ നമ്മൾ പഠിക്കുന്നത്, മണി സപ്ലൈയും പ്രൈസും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. എന്താണ്, മണി സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് ലെവൽ കൂടും, മണി സപ്ലൈ കുറയുമ്പോൾ പ്രൈസ് ലെവൽ കുറയും. അപ്പോൾ ഈ മണി സപ്ലൈ കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, SLR കൂട്ടിയാൽ മതി. ബൈ റൈസിംഗ് ദ SLR, ബാങ്ക് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഹയർ പെർസെൻറ്റേജ് ഓഫ് ദെയർ ലയബിലിറ്റീസ് ഇൻ ലിക്വിഡ് അസെറ്റ്. ദിസ് ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഫണ്ട് അവൈലബിൾ ഫോർ ലെൻഡിങ്. എന്താണ്, അവർക്ക് ലെൻഡ് ചെയ്യാനുള്ള ആ ഒരു പൈസന്റെ എമൗണ്ട് എന്ത് ചെയ്യണം, കുറയാണ് SLR കൂടുന്ന സമയത്ത്. റിസൾട്ട് എന്താ സംഭവിക്കുക, വിത്ത് ലെസ് മണി ടു ലെൻഡ് ബാങ്ക് മേ റൈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. എന്ത് ചെയ്യാണ്, ഇപ്പൊ എന്താണ്, റിസർവ് കൂട്ടാന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉള്ളൂ ലെൻഡ് ചെയ്യാനുള്ള പൈസ ആയിട്ട് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് എമൗണ്ട് ഉള്ളെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ മുകളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ആര് ഈടാക്കും, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈടാക്കും. ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, പുറമേ ഉള്ള ഒരു ഇൻഡിവിജ്വലോ ഒരു ഇൻവെസ്റ്റേഴ്സോ എന്ത് ചെയ്യില്ല, ഒരു പൈസ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, ലോൺ എടുക്കുന്നില്ല. വിച്ച് ക്യാൻ ഹെൽപ്പ് ടു ദി കൺസ്യൂമർ ടു സ്പെൻഡ് ആൻഡ് ഇൻവെസ്റ്റ്. എന്താണ്, ഡാം ചെയ്യാണ് ചെയ്യുന്നത്. അവർക്ക് എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് സ്പെൻഡ് ചെയ്യാൻ, അത് മേടിക്കാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അവർക്ക് പോകുന്നില്ല. ദിസ് ക്യാൻ ഹെൽപ്പ് ടു കൂൾ ഡൗൺ ദ ഓവർ ഹീറ്റഡ് ഇക്കണോമിക് ആൻഡ് ദ മിറ്റിഗേറ്റ് ദ ഇൻഫ്ലേഷൻ. എന്താണ്, ഈ ഒരു സിറ്റുവേഷൻ എന്താ ചെയ്യുന്നത്, നമ്മുടെ നമ്മുടെ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്കണോമി വീണ്ടും സ്റ്റേബിൾ ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണോ, SLRന്റെ കേസ് ഓക്കെയാണോ? എനി ഡൗട്ട്? ഓക്കെയാണ്. ഹർഷാന ഓക്കെയാണോ? അയ്യോ, ഹർഷാനാണോ ഞാൻ നേരത്തെ ഡിക്രീസ് ചെയ്യാൻ പറഞ്ഞത്? ഹർഷാന ഓക്കെയാണോ? ശിവ ഓക്കെയാണോ? ഓക്കെ അല്ല, എഗെയിൻ പറയാലോ, ഡോണ്ട് വറി. ദെൻ ശ്രദ്ധിച്ചേക്കാം, SLR എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. ക്ലിയർ ആണ്? ഓ, ക്ലിയർ ആണെന്ന് പറഞ്ഞത്, ഓക്കെ ശരി. ഹർഷാന എവിടെ? ഹർഷാന ഞാൻ ഡിഗ്രീസ് പറയുമ്പോൾ പോയോ? ഓക്കെ ഓക്കെ. ഹർഷാന, ഹർഷാന ഉറങ്ങിയോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത് മാത്രം പോരെ, ഇത് ഇനി കൂടുതൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കേണ്ടത്. ഇനി നമുക്ക് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോയും പഠിക്കാനുണ്ട്. ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനൊരു ബേസിക് 2-3 പോയിന്റ് കൂടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, എന്താണ് ഇമ്പാക്ട് ഓൺ ലെൻഡിങ് ആണ് വരുന്നത്. റെഡ്യൂസിങ് ദ ലെൻഡിങ് കപ്പാസിറ്റി.
So when the bank must maintain the higher SLR, they have the less money to available for loans. This can lead to the higher interest rate on the loans and the tighter the credit environment. എന്താണ് ഇപ്പൊ SLR കൂട്ടുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ പൈസ കുറവായിരിക്കും ലോൺ കൊടുക്കാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യും കൊമേഴ്ഷ്യൽ ബാങ്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് അതിന്റെ മുകളിൽ വാങ്ങും. ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് മേടിക്കാന്ന് പറയുമ്പോൾ ലോൺ എക്സ്പെൻസീവ് ആവും. ആളുകൾ എന്ത് ചെയ്യുന്നില്ല പുറത്തുനിന്ന് ആ ഒരു ലോൺ സ്വീകരിക്കാൻ എന്ത് ചെയ്യുന്നില്ല തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്തായിരിക്കും ഇക്കണോമിയിലേക്ക് എന്ത് ചെയ്യുന്നില്ല മണി ഇൻജക്റ്റ് ആവുന്നില്ല. Liquidity management. Maintain the SLR, ensure that the bank have the enough liquidity meet the customer to withdraw and other obligation. This help to the enhance the bank's liquidity position, promoting the stability in financial system and protecting the depositor interest. By maintaining the adequate liquidity, banks can better manage the risk and fulfill their role in the economic activities. ഈ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിപ്രഷൻ ആസ്പെക്റ്റിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ആ ഒരു ലിക്വിഡിറ്റി മാനേജ്മെന്റ് ഉണ്ടാവണം. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റണം ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇപ്പോൾ അറിയാലോ ഈ ഗൂഗിൾ പേയിലാണ് എല്ലാ പൈസയും കിടക്കുന്നത്. അപ്പോൾ ആളുകൾ ലിക്വിഡ് ഉണ്ടോ ചോദിച്ചിട്ടാണ് നടക്കുക. അതായത് നിങ്ങളുടെ കയ്യിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാനുള്ള മണി ഉണ്ടോ, ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത് ലിക്വിഡ് ഉണ്ടോ ചോദിക്കുന്നത്. ലിക്വിഡ് മണി എന്ന് പറയുന്നത് അതായത് ഈ നോട്ടായിട്ട് നമ്മുടെ കയ്യിലുണ്ടോ, ഇതിനാണ് നമ്മൾ ലിക്വിഡ് മണി എന്ന് പറയുന്നത്. ഇപ്പോൾ ലിക്വിഡിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും പെട്ടെന്ന് നമുക്ക് ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റണം. പെട്ടെന്ന് ആ ഒരു പൈസ ഒരു തടസ്സവും ഇല്ലാതെ നമുക്ക് കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റണം സോൾവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി മാനേജ്മെന്റ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് ഈ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിലൂടെ നമ്മുടെ RBI നടപ്പിലാക്കുന്നത്. SLR കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ആ ഒരു ലിക്വിഡിറ്റി പവർ ഉണ്ട്, ആളുകൾക്ക് പൈസ കൊടുത്തിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടല്ലോ, അതിൽ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. ഓക്കെ, then regulatory complaints. A bank must regularly report their complaints with SLR requirement. Failure to maintain this requirement ratio can lead to the penalties and the regulatory സ്ക്രൂട്ടിനിറ്റി. എന്താണ് ഇവിടെയും പെനാൽറ്റി ഉണ്ടായിരിക്കും. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിനോട് RBI പറയാണ് ഇത്ര എമൗണ്ട് നിങ്ങൾ SLR ആക്കി വെക്കണം എന്നുള്ളത്. അത് വെച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം അവിടെയും പെനാൽറ്റി ഉണ്ടായിരിക്കും. അതായത് ഒരു ഫൈൻ എന്തായാലും RBIക്ക് ആര് കൊടുക്കണം കൊമേഴ്ഷ്യൽ ബാങ്ക് കൊടുക്കണം. മാർക്കറ്റ് സ്റ്റെബിലിറ്റി. ബൈ എൻഫോഴ്സിംഗ് SLR ആൻഡ് സെൻട്രൽ ബാങ്ക് ടു പ്രൊമോട്ട് ദ സ്റ്റെബിലിറ്റി ഇൻ ബാങ്കിങ് സിസ്റ്റം എൻഷുർ ദാറ്റ് ബാങ്ക്സ് ആർ ലെസ് വൾനറബിൾ ടു ലിക്വിഡ് ക്രൈസിസ്. അതായത് മാർക്കറ്റ് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് മാർക്കറ്റ് സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ള. ഈ പോയിന്റ്സ് ഒക്കെ ഒരു എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ബേസിക്കലി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് SLR എന്നുള്ളത് പഠിക്കുക. ദെൻ റിസഷൻ സമയത്ത് എന്ത് സംഭവിക്കുന്നു, അതുപോലെ തന്നെ ഡിപ്രഷൻ സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഇൻഫ്ലേഷൻ സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. SLR എന്ന് പറയുമ്പോൾ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ ചോദിക്കും ക്വസ്റ്റ്യൻസ്. സോ നിങ്ങൾ ഫൈൻഡ് ദ ബിലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കും. SLR ഏതൊക്കെയാണെന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ലിക്വിഡിറ്റി ആണ് പൈസ മാത്രമാണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരരുത്. അവിടെ പൈസ വരുന്നുണ്ട്, ഗോൾഡ് വരുന്നുണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വരുന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ബേസിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തായിരുന്നു നമ്മുടെ ഇക്കണോമിയിൽ ഒരു ഡിസീക്വിലിബ്രിയം സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ക്ലാസിക്കൽസ് പറയുന്ന മാതിരി ഒന്നല്ല. അവിടെ എന്ത് വേണം, നമ്മളൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം. ആരെങ്കിലും ഒരാൾ വന്നിട്ട് അതിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണം അല്ലേ. ഇപ്പം നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് കുഴപ്പമില്ല, ഒന്നും പേടിക്കാനൊന്നുമില്ല, അതൊക്കെ സോൾവ് ആവും അങ്ങനെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം അത് തീരണമെന്നില്ല. അവിടെ എന്ത് വേണം, നമ്മുടെ ഒരു ഫ്രണ്ട് വേണം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ അവിടെ ആര് വരാണ്, നമ്മുടെ മോണിറ്ററി പോളിസിയും നമ്മുടെ ഫിസിക്കൽ പോളിസി വരാണ്. ഫിസിക്കൽ പോളിസി ആയിട്ട് ഗവൺമെന്റ് വരാണ്, ദെൻ മോണിറ്ററി പോളിസി ആയിട്ട് RBI വരാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കുറച്ച് ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ് ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാണ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഹർഷാന ചോദിച്ച മാതിരി എന്ത് ചെയ്യുന്നില്ല, നമ്മളിപ്പോൾ ബാങ്ക് റേറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മണി സപ്ലൈ പുറത്തേക്ക് പോകുന്നത് ജസ്റ്റ് തടയുക മാത്രമാണ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. അവിടെ മണി സപ്ലൈ പുറത്തേക്ക് പോകുന്നത് നമ്മൾ തടയുക മാത്രമാണ് ബാങ്ക് റേറ്റിലൂടെ ചെയ്യുന്നത്, അതായത് SLRലൂടെയും CRലൂടെയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രോത്തിന്റെ സമയത്ത് ഒരു ഇൻഫ്ലേഷന്റെ സമയത്ത് ആളുടെ കയ്യിൽ എക്സിസ്റ്റിംഗ് ആയിട്ടും പൈസ ഇല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ കയ്യിലുള്ള പൈസയെ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ പോളിസി വരുന്നത്, ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. ഓരോ ഗുഡ്സിനും ഓരോ ടാക്സ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൂടുതൽ ടാക്സ് ആരുടെ കയ്യിലെത്തും, നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിലെത്തും. അപ്പോൾ ആളുകളുടെ കയ്യിൽ സ്പെൻഡ് ചെയ്യാനുള്ള പൈസ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ ഒരു ടൂൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫിസിക്കൽ പോളിസിൻ്റെയും മോണിറ്ററി പോളിസിൻ്റെയും എല്ലാ ടൂൾസും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് എന്തായിരിക്കും,
RBI ആണ് കൊണ്ടുവരുന്നത്. RBI പറയുന്നത് എന്താണ്? നമുക്ക് കുറച്ച് ടൂൾസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാം. രണ്ട് ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്രസ് ചെയ്യുന്നത്. ഒന്ന് ഇൻഫ്ലേഷൻ ആയിരിക്കും, ഒന്ന് റിസഷൻ ആയിരിക്കും. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്കണോമിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കാം. പ്ലസ് എന്ത് ചെയ്യുന്നുണ്ടാവാം, നമ്മുടെ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് വരുന്ന സമയത്ത് ഇൻഫ്ലേഷൻ ഉണ്ടാവാം കേട്ടോ. അപ്പോൾ എപ്പോഴും ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്താണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ലഭ്യത കുറയുമ്പോൾ, സ്കേഴ്സിറ്റി ഉണ്ടാവുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാവാം, ഇൻഫ്ലേഷൻ ഉണ്ടാവാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. സോ റിസഷനെയും ഇൻഫ്ലേഷനെയാണ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഡിപ്രഷനെയും ഇൻഫ്ലേഷനാണ് നമ്മൾ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഡിപ്രഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബാങ്ക് റേറ്റ് എന്താ ചെയ്യുന്നത്, എന്തായിരുന്നു? യെസ്, ഡിപ്രഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്ക് റേറ്റ് കുറയ്ക്കുകയാണ്. ബാങ്ക് റേറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിനെ സംബന്ധിച്ചോളം എന്താണ്, ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റിലെ ലോൺ ആളുകൾക്ക് എന്ത് ചെയ്യണം, കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യണം. ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ബൂസ്റ്റ് ആവുന്നുണ്ട്. ദെൻ നമ്മുടെ ഇൻഫ്ലേഷൻ സമയത്ത് എന്ത് ചെയ്യാണ്, ഈ ബാങ്ക് റേറ്റ് കൂട്ടാണ്. ബാങ്ക് റേറ്റ് കൂട്ടാന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആർക്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ RBIക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് തിങ്ക് ചെയ്യും എന്താണ്, ഞാൻ ലോണായിട്ട് കൊടുക്കുന്ന ആളുകളിൽ നിന്നും ഞാൻ എന്ത് ചെയ്യും, ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ എന്ത് ചെയ്യും, ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആളുകളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ലോൺ എത്തുന്നില്ല. ലോൺ എക്സ്പെൻസീവ് ആണ്, ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ലോൺ എടുക്കുന്നില്ല. ആളുകളുടെ കയ്യിൽ പൈസ എത്തുന്നില്ല, അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഡിമാൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിലുള്ള പ്രൈസ് ലെവൽ എന്ത് ചെയ്യും, കുറയും. ദാറ്റ് മീൻസ് ഇൻഫ്ലേഷൻ നമ്മൾ എന്ത് ചെയ്യും, സോൾവ് ചെയ്യും. ദെൻ നമ്മൾ വരുന്നതാണ് CRR ആൻഡ് SLR എന്ന് പറയുന്നത്. CRR എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് നിർബന്ധമായും നമ്മുടെ RBIന്റെ കയ്യിൽ റിസർവ് ആക്കി വെക്കുന്ന എമൗണ്ടിനാണ് നമ്മൾ CRR എന്ന് പറയുന്നത്. നമ്മുടെ ഇൻഫ്ലേഷൻ കൂടും, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ വലിയൊരു എമൗണ്ട് റിസർവ് ആക്കി വെക്കണം. ഈ ഒരു സിറ്റുവേഷനിൽ കൊമേഴ്ഷ്യൽ ബാങ്കിനെ സംബന്ധിച്ചോളം കുറച്ച് മാത്രം പൈസയുള്ളൂ പുറത്തേക്ക് എന്ത് ചെയ്യാൻ, ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്, ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ കുറച്ച് മാത്രം എമൗണ്ട് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് അതിൻ്റെ മുകളിൽ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് വെക്കും. അപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ആ ഒരു ലോൺ എന്ത് ചെയ്യില്ല, മേടിക്കാൻ പറ്റില്ല. ലോൺ ബിക്കം എക്സ്പെൻസീവ്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ലോൺ മേടിക്കുന്നില്ല. അവിടെ കയ്യിൽ എന്ത് ചെയ്യുന്നില്ല, മണി സപ്ലൈ വരുന്നില്ല. അവിടെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസോ കൺസ്യൂമർ ഡിമാൻഡോ എക്സ്ട്രാ കൂടുന്നില്ല. പ്ലസ് എന്ത് ചെയ്യുന്നില്ല, മണി സപ്ലൈ കുറയുന്നതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മുടെ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും, കുറയും. പിന്നെ റിസഷൻ സമയത്താണെങ്കിലോ, ഡിപ്രഷൻ സമയത്താണെങ്കിലോ നമ്മൾ CRR എന്ത് ചെയ്യും, നമ്മൾ കുറയ്ക്കും. അതായത് റിസർവ് ആക്കി വെക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും, കുറയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ കൂടുതൽ എമൗണ്ട് എന്ത് ചെയ്യും, ലോൺ കൊടുക്കാൻ വേണ്ടി വരും. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും, ആ കുറച്ചൊരു ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ എന്ത് ചെയ്യും, അത് ആളുകൾക്ക് കൊടുക്കും. ആളുകളെ സംബന്ധിച്ചുള്ള ചീപ്പറായിട്ട് ലോൺ അവൈലബിൾ ആവും. അവർ കൂടുതൽ എന്ത് ചെയ്യും, ആ ലോൺ മേടിക്കും. അതായത് ഒരു ഇൻഡിവിജ്വലും അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ആ ലോൺ മേടിക്കും. പ്ലസ് എന്ത് ചെയ്യും, നമ്മുടെ ഒരു ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ആ ഒരു കുറച്ചൊരു എമൗണ്ട് എന്ത് ചെയ്യും, ലോൺ മേടിക്കും. അവർ ഇൻവെസ്റ്റ് ചെയ്യും. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. ദെൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും, ബൂസ്റ്റ് ആവും. ഇനി വരുന്നത് SLR ആണ്. SLR എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് സ്വന്തം കയ്യിൽ റിസർവ് ആക്കി വെക്കുന്ന എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്, SLR എന്ന് പറയുന്നത്. ഡിപ്രഷൻ സമയത്ത് എന്ത് ചെയ്യും, SLR കുറയും. കൂടുതൽ അവൈലബിലിറ്റി ഓഫ് ഫണ്ട് ആരുടെ കയ്യിലുണ്ടായിരിക്കും, റിസർവ് ആയിട്ട് വെക്കാതെ കൂടുതൽ അവൈലബിലിറ്റി ഓഫ് ഫണ്ട് ആർക്ക് കൊടുക്കാം, നമ്മുടെ ആളുകൾക്ക്, പീപ്പിളിന് കൊടുക്കാണ്ടായിരിക്കും. അവർ കൂടുതൽ എന്ത് ചെയ്യും, ലോൺ ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും ആ ഒരു സമയത്ത്. അവരെന്ത് ചെയ്യും, കൂടുതൽ ലോൺ മേടിക്കും. അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇക്കണോമിക് ആക്ടിവിറ്റീസ് ബൂസ്റ്റ് ആവും. ദെൻ ഇൻഫ്ലേഷൻ സമയത്ത് എന്ത് സംഭവിക്കും, SLR കൂട്ടും. അതായത് നമ്മുടെ റിസർവ് കൂട്ടും. കൊമേഴ്ഷ്യൽ ബാങ്ക് സ്വന്തം കയ്യിൽ വെക്കാനുള്ള ഒരു എമൗണ്ടിന്റെ റിസർവ് കൂട്ടും. ദെൻ അവൈലബിലിറ്റി ഓഫ് ലോൺ എന്തായിരിക്കും, കുറവായിരിക്കും. ഇൻഫ്ലേഷൻ സമയത്ത് അവൈലബിലിറ്റി ഓഫ് ലോൺ എന്തായിരിക്കും, കുറവായിരിക്കും. സോ അതിന് മുകളിൽ എന്തായിരിക്കും, കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ആര് മേടിക്കാൻ ശ്രമിക്കും, കൊമേഴ്ഷ്യൽ ബാങ്ക് മേടിക്കാൻ ശ്രമിക്കും. സോ ഒരു ബിസിനസ് മാനോ ഒരു ഇൻഡിവിജ്വലിനോ സംബന്ധിച്ചോളം എന്തായിരിക്കും, ലോൺ ഒരു എക്സ്പെൻസീവ് ആയിട്ട് മാറും. അവരെന്ത് ചെയ്യില്ല, ലോൺ മേടിക്കില്ല. അവരുടെ കയ്യിലെത്തുന്ന മണി സപ്ലൈ കുറയും. മണി സപ്ലൈ കുറയുമ്പോൾ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കുറയുമ്പോൾ ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിലുള്ള പ്രൈസ് ലെവൽ എന്ത് ചെയ്യും, കുറയും. ദെൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യും, സോൾവ് ചെയ്യും. ദെൻ CRR, SLR, ബാങ്ക് റേറ്റ്, ഈ 3 ടൂൾസാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനിയും 2 ടൂൾസ് നമുക്ക് ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ 3 ടൂൾസിനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ വളരെ വൃത്തിക്ക് നിങ്ങൾ മനസ്സിലാക്കി വരാം. എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും. ഈ 3 ടൂൾസും അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലും നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ടേബിൾ തന്നെ വരച്ച് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ല, ഓക്കെ അല്ലേ? ഓക്കെ ആണോ? എനി ഡൗട്ട്? ഈ PDF മിസ്റ്റേൻ സെൻഡ് ഒക്കെ ചെയ്യാം, സെറ്റാക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്കോഡൊമൈൻ്റെ CUT UGൻ്റെ ഗ്രൂപ്പും ഉണ്ട്. അതുപോലെ തന്നെ
ഒരു വട്ടം ക്ലിയർ ആണ്. ഒരു വട്ടം ബാങ്ക് റേറ്റിന്റെ മുന്നേ മിസ് എന്താ പറഞ്ഞത്? ഓക്കെ. ബാങ്ക് റേറ്റിന് മുമ്പ് നമ്മൾ ജസ്റ്റ് മോണിറ്ററി പോളിസി എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. എന്തോ ഭാഗ്യത്തിന് ഈ കയറി വന്നേ, ഒന്നും സീനില്ല. ബാങ്ക് റേറ്റിന് മുമ്പിൽ നമ്മൾ പറഞ്ഞ സെയിം കാര്യം എന്താ വെച്ചാൽ എന്തിനാണ് ഈ മോണിറ്ററി പോളിസി ഫിസിക്കൽ പോളിസി കൊണ്ടുവരുന്നത്? അത് നമുക്കറിയാം. ഇക്കണോമിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യാൻ എന്ത് വേണം? ഒരു ഡെലിബറേറ്റ് ആക്ഷൻ വേണം. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും കൊണ്ടുവരുന്നത്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ 3 ഒബ്ജക്റ്റീവ് ആണ്. ഒന്ന്, ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക. വിത്ത് എന്തിന്റെ കൂടെ? ഹൈ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റിന്റെ കൂടെ നമ്മുടെ ഇക്കണോമിക് സ്റ്റെബിലിറ്റി വേണം, പ്രൈസ് സ്റ്റെബിലിറ്റി വേണം, ഇക്കണോമിക് ഗ്രോത്ത് വേണം. ഇതിനാണ് നമ്മൾ ഈ 2 പോളിസിയും കൊണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് മോണിറ്ററി പോളിസി? മോണിറ്ററി പോളിസി എന്ന് പറയുന്നതാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് കൊണ്ടുവരുന്ന ഒരു പോളിസിയാണ് മോണിറ്ററി പോളിസി. എന്തിനു വേണ്ടിയിട്ട്? മണി സപ്ലൈനെയും ക്രെഡിറ്റിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക് കൊണ്ടുവരുന്ന ഒരു പോളിസിയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ദെൻ എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്? ഫുൾ എംപ്ലോയ്മെന്റ്, പ്രൈസ് സ്റ്റെബിലിറ്റി, ഇക്കണോമിക് ഗ്രോത്ത്, ബാലൻസ് ഓഫ് പേയ്മെന്റ്. പിന്നെ ടൂൾസ്, ബാങ്ക് റേറ്റ്, CRR, SLR, ഈ 3 നമ്മൾ പഠിച്ചു. റിവേഴ്സ് റിപ്പോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. പിന്നെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ക്ലാസ് എക്സാക്ട്ലി എന്താണ് നമ്മൾ പോയിന്റിലേക്ക് വന്നത് ആ ഒരു സമയത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രശ്നമില്ല. അപ്പൊ ഇത്രയാണ് പഠിച്ചിട്ടുള്ളത്. ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മുടെ CUT യുജിന്റെ എക്കണോമിക്സ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, പ്ലസ് നമ്മുടെ എക്കോഡോമി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ഈ 2 ഗ്രൂപ്പിലും ഡെയിലി പോൾസ് പോകുന്നുണ്ട്, നോട്ട്സ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിലും അതിൻ്റെ എന്ത് പോകുന്നുണ്ട്? നോട്ട്സ് പോകുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വാച്ച് ചെയ്യുക. ഓരോ ടേംസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വീക്കെൻഡ് ഒരു എക്സാം നടത്തിയോണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഫെമിലിയർ ആവുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഫെമിലിയർ ആവും. അപ്പോൾ ഈ ഒരു എക്കോഡമീൻ്റെ CUT യുജിൻ്റെ കമ്മ്യൂണിറ്റിയിലും എക്കോഡമി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മുടെ നെറ്റ് പ്ലസ് നമ്മുടെ CUT PG എക്സാമിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഈ 2 കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കാം. ഇതിൽ ഒരു ബൾക്ക് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് എടുത്ത ചാപ്റ്ററിൻ്റെ ആവാം, എടുക്കാത്ത ചാപ്റ്ററിൻ്റെ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഈ 2 കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ള ഉറപ്പാക്കാം. നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നമ്മൾ ഡെയിലി ഇപ്പോൾ ഡെയിലി ഞാൻ ഒരു ഗ്രൂപ്പിൽ 5 പോളൊക്കെ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ 5 പോൾ നിങ്ങൾ നോക്കി പോയാൽ മതി. ഡെയിലി ഒരു 5 പോളല്ല, 5 ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കൂടുതൽ ട്രാക്കിലാവും. മെറ്റീരിയൽസ് വായിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ജാർഗൺസിൻ്റെ ഇടുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ടേംസ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിലിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? യൂസ്ഡ് ആക്കുക. ഇക്കണോമിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു റൊട്ടീനായിട്ട് നിങ്ങൾ കൊണ്ടുപോകാം, നിങ്ങളുടെ ഡെയിലി ലൈഫിന് ഒരു പാർട്ടായിട്ട് കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊക്കെ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങൾ നോക്കുക, റെഫർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൊക്കെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ദെൻ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമുക്കുള്ള ഗ്രൂപ്പിൽ ഈ 2 ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് ഇടും. ഓ, ഇടാം ഇടാം, സെറ്റ് ആക്കാം. ആക്കാം. ദെൻ അതിൽ ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ ഇതുണ്ട്, അതിൻ്റെ Q&A ഇതൊക്കെ ഉണ്ട്, PDF ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അയച്ചുതരാം. ഓക്കെ. ഹർഷാന ആൻഡ് സഫ്ന ഓക്കെ ആണോ? പിന്നെ റെഗുലർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ലൈവിൽ കയറാട്ടോ. ലൈവിൽ കയറുമ്പോൾ നല്ല രസമല്ലേ? നമുക്ക് ഇങ്ങനെ സംസാരിച്ചിരിക്കാമല്ലോ കുറച്ച് നേരം. ഇത് റെക്കോർഡിംഗ് ക്ലാസ് കേൾക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. അപ്പം മാക്സിമം നിങ്ങൾ ലൈവിൽ കയറാട്ടോ. ഓക്കെയാണ്. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എക്സ്ട്രാ സെമ്മായിരുന്നു അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അത് എന്നോട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെമ്മിൻ്റെ ഒരു ഇത്.